നമസ്കാരം. അനധികൃത നിർമ്മാണം എന്നാരോപിച്ച് ഇനി കേസ് പരിഗണിക്കും വരെ ഒരു കെട്ടിടവും രാജ്യത്ത് പൊളിക്കരുതെന്ന് നിർദ്ദേശിച്ചിരിക്കുകയാണ് സുപ്രീം കോടതി. ബുൾഡോസർ രാജിനെതിരെയുള്ള ഒരു കൂട്ടം ഹർജികൾ കോടതിയുടെ പരിഗണനയിലിരിക്കെ പോലും മാർഗനിർദ്ദേശം കൊണ്ടുവരുമെന്ന് പ്രഖ്യാപിച്ച ശേഷവും ബുൾഡോസറുകൾ മനുഷ്യജീവിതങ്ങൾക്ക് മേൽ ഉരുളുന്നത് ശ്രദ്ധയിൽപ്പെട്ട കോടതി ഇന്ന് അതിരൂക്ഷമായാണ് പ്രതികരിച്ചത്. 10 വർഷമായി രാജ്യത്ത് തുടരുന്ന ബുൾഡോസർ രാജിന് കോടതി തടയിടുമോ? സ്വാഗതം. സ്പെഷ്യൽ എഡിഷനിലേക്ക് നമ്മോടൊപ്പം അതിഥികളായി കോൺഗ്രസ് വക്താവ് രാജു പി നായർ, CPM വക്താവ് ഡോക്ടർ എസ് സമ്പത്ത്, വലതു നിരീക്ഷകൻ ഷാബു പ്രസാദ്, അഭിഭാഷകൻ അഡ്വക്കേറ്റ് ദീപക് പ്രകാശ് എന്നിവർ. ആദ്യം സമ്പത്തിലേക്ക്. സമ്പത്ത്, ഇനി കേസ് പരിഗണിക്കും വരെ രാജ്യത്തൊരു വീടും തകർക്കരുത് എന്ന് നിർദ്ദേശിച്ചിരിക്കുകയാണ്. ഇതൊരു നിർദ്ദേശമാണ്, സ്റ്റേ ചെയ്തിരിക്കുകയാണ്. ഈ സ്റ്റേ ഒക്കെ സംസ്ഥാന സർക്കാരുകൾ പരിഗണിക്കുമോ? ഡോക്ടർ സമ്പത്ത്, രാജ്യത്തെ പരമോന്നത നീതിന്യായ പീഠം എന്നത് സുപ്രീം കോടതിയാണ്. സുപ്രീം കോടതിയുടെ വിധിന്യായങ്ങൾ നമുക്കെല്ലാവർക്കും ബാധകമാണ്. സുപ്രീം കോടതിയുടെ വിധിന്യായങ്ങൾ വക്കീലന്മാരുടെ ഭാഷയിൽ പറഞ്ഞാൽ ലോ ഓഫ് ദ ലാൻഡ് ആണ്. നമ്മുടെ നിയമനിർമ്മാണ സഭകൾ പാസ്സാക്കിയിട്ടുള്ള നിയമങ്ങൾ, ഭരണഘടനയ്ക്ക് വിധേയമായിട്ടുള്ള ആ നിയമങ്ങൾ, അത് പറയുമ്പോൾ തന്നെ നിയമനിർമ്മാണ സഭ പാസ്സാക്കിയിട്ടില്ല എങ്കിൽ പോലും ഭരണഘടനയ്ക്ക് വിരുദ്ധമായ നിലയിൽ അങ്ങനെ ദി സ്റ്റേറ്റ് എന്നുള്ളത്, ഞാൻ ഗവൺമെൻറ് എന്നുള്ളതിനെ ഭരണഘടനയിൽ സ്റ്റേറ്റ് എന്നുള്ള ആ വിവക്ഷയാണ് ഉപയോഗിക്കുന്നത്. അങ്ങനെ ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള നടപടികളിലേക്ക് കടന്നാൽ അപ്പോൾ ഈ കോടതികൾ, പ്രത്യേകിച്ചും സുപ്രീം കോടതിക്കും ഹൈക്കോടതിക്കുമെല്ലാം ഭരണഘടനാദത്തമായ ചില അധികാരങ്ങളുണ്ട്. അത് ഇൻവോക്ക് ചെയ്യുന്നതിനാണ് നമ്മൾ യഥാക്രമം സുപ്രീം കോടതിയിൽ അനുച്ഛേദം 32 അനുസരിച്ചും അനുച്ഛേദം 226 226 അനുസരിച്ച് ഹൈക്കോടതിയിലും ഒരു ഇന്ത്യൻ പൗരൻ അത്തരത്തിൽ ഹർജിയുമായി രംഗപ്രവേശം ചെയ്യുന്നത്. ഇപ്പോൾ ഇത് നമ്മൾ ഈ ചർച്ച ചെയ്യുന്നത്, ഇന്നിപ്പോൾ രാത്രി നമ്മൾ 9 മണിക്ക് ശേഷം നമ്മൾ ഈ ചർച്ച നടത്തുകയാണ്. ഈ ചർച്ച നടത്തുമ്പോൾ തന്നെ അറിയേണ്ടുന്നതായ കാര്യം, സുപ്രീം കോടതി ഇതാദ്യമായിട്ടല്ല ഇത്തരത്തിൽ ഏതെങ്കിലും ഒരു സംസ്ഥാന സർക്കാരിനോട് ഈ നിർദ്ദേശം നൽകുന്നത്. ഇതിപ്പോൾ ഉത്തർപ്രദേശിലെ സംസ്ഥാന ഗവൺമെൻറ് അവിടെ ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ 2022 കാലത്ത് അവർ തുടങ്ങി വെച്ചതായ ഒരു കാര്യം പിന്നീട് ഗുജറാത്തിലേക്ക്, അത് കഴിഞ്ഞ് മധ്യപ്രദേശിലേക്ക്, ഇപ്പോൾ ഏറ്റവും ഒടുവിൽ രാജസ്ഥാനിലേക്ക് ഒക്കെ ഇത് വ്യാപിച്ചിട്ടുണ്ട്. ഞാൻ 1 മിനിറ്റ് എടുത്ത് ഞാൻ ഈ ഒരു കാര്യത്തിലൊന്ന് പറഞ്ഞോട്ടെ. ഈ 2022 ആണ്ടിൽ ഡൽഹിയിലെ ഈ ജഹാംഗീർപുരിയിലുണ്ടായ ബുൾഡോസർ രാജ് ഓർമ്മയുണ്ടല്ലോ അല്ലേ? 70 വയസ്സ് കഴിഞ്ഞ ബൃന്ദ കാരാട്ട് എന്ന ആ മെല്ലിച്ച സ്ത്രീ, CPIMൻ്റെ പോളിറ്റ് ബ്യൂറോ അംഗമായിട്ടുള്ള ആ സ്ത്രീ, അവരായിരുന്നല്ലോ ആ ഒറ്റയാൾ പോരാട്ടത്തിന് ബുൾഡോസറുകൾ, ആ ഭീമാകാരമായ യന്ത്രങ്ങളും ആ യന്ത്രങ്ങൾക്ക് പിന്തുണയുമായി വന്ന സായുധ പോലീസുകാരെയും RSSൻ്റെ ഗുണ്ടാസംഘത്തെയും അത്തരത്തിൽ വന്ന ആളുകളുടെ മുന്നിലേക്ക് ചെന്ന് സ്റ്റോപ്പ്, അങ്ങനെ 2 കൈയും ഉയർത്തി ഒരു സ്ത്രീ ആദ്യമായി പറയുന്നത്. ഈ രാജ്യവും ഈ ലോകവും അത് കണ്ടതാണ്. എൻ്റെ ഓർമ്മ, നമ്മൾ മീഡിയ വണ്ണിലടക്കം അത് ചർച്ച ചെയ്തു എന്നാണ്. സെപ്റ്റംബർ 2-ാം തീയതി ഗുജറാത്ത് സംസ്ഥാനത്തെ ഇതുപോലെ ബന്ധപ്പെട്ട ഒരു വിഷയത്തിൽ ഈ സെപ്റ്റംബർ 2-ന് സുപ്രീം കോടതിയിൽ നിന്ന് തന്നെ ഇതിനെ സംബന്ധിച്ചൊരു വിധിയുണ്ടായി, ഓർമ്മയുണ്ടാവുമല്ലോ. അതിലെന്താ പറഞ്ഞതെന്നറിയോ? ഒരു വ്യക്തിയെ കുറ്റവാളി എന്ന് തെളിയിക്കപ്പെട്ടാൽ പോലും, ഒരു കൺവിക്റ്റഡ് ആയാലും, അല്ലാതെ പ്രതിയാവുന്നു എന്നുള്ളത് മാത്രമല്ല, അപ്പോൾ അങ്ങനെ കുറ്റവാളിയാണ് എന്നുള്ളതുകൊണ്ട്, ശരി കുറ്റവാളിയാണ്, ദർ ഇസ് എ റൂൾ ഓഫ് ലോ നമ്മുടെ രാഷ്ട്രത്തിൽ. ഈ രാഷ്ട്രത്തിൽ നിലവിലുള്ള നീതി വാഴ്ച നിയമവ്യവസ്ഥ, അതിന് വിധേയമായി അയാളെ നമ്മൾ ശിക്ഷിക്കുന്നു എന്ന് പറയുമ്പോൾ ആ മനുഷ്യൻ്റെ പേരിലുള്ള സ്ഥാവര ജംഗമ വസ്തുക്കളോ അയാളുടേതായിട്ടുള്ള ഭവനം, ഗൃഹമോ അത് ഇടിച്ചു നിരത്തുക എന്നുള്ളതിന് ഒരു ഗവൺമെൻറ്റിനും അങ്ങനെ ഒരു വ്യക്തിക്കും ഒരു ഏജൻസിക്കും ഒരു അധികാരവുമില്ല. അത് ഭരണഘടനാ വിരുദ്ധമാണ്, അത്തരം ഒരു കാര്യം ചെയ്യാൻ പാടില്ല എന്ന് സുപ്രീം കോടതി പറഞ്ഞു. അത് 2-അംഗ ബെഞ്ച്, മറ്റൊരു ബെഞ്ചാണ് ഈ വിധി പറഞ്ഞത്. ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്ന എന്താണ്? ഇവിടെ തന്നെ ഇക്കാര്യത്തിൽ സോളിസിറ്റർ ജനറൽ ഇക്കാര്യത്തിൽ നീട്ടിക്കൊണ്ടു പോകാൻ ഒരു ശ്രമം നടത്തി.
അത് വായിച്ചാൽ നമുക്ക് മനസ്സിലാവും. കേസ് തീർന്നിട്ടില്ല. ഒക്ടോബർ 1 ഇത് വെച്ചിരിക്കുകയാണ്, വീണ്ടും പോസ്റ്റിംഗ് ഡേറ്റ്. അത് ഒക്ടോബർ 1 വന്നത് തന്നെ ഇതിലെ ഹർജിക്കാരുടെ അഭിഭാഷകർ, അങ്ങനെ മുതിർന്ന അഭിഭാഷകർ ഏറ്റവും പെട്ടെന്ന് ഇക്കാര്യത്തിൽ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഇക്കാര്യത്തിൽ വീണ്ടും കേൾക്കണം എന്ന് അങ്ങനെ അവർ അഭ്യർത്ഥിച്ചനുസരിച്ചാണ് വെച്ചത്. ഇല്ലെങ്കിൽ ഇത് വീണ്ടും നീണ്ടുപോയേനെ. ഇവിടെ ഈ സർക്കാരുകൾ ഇതിൽ ഈ ബുൾഡോസർ എന്നുള്ളതിനെ ഉപയോഗിക്കുന്നത്, പ്രത്യേകിച്ചും BJP ഗവൺമെൻറ്റുകൾ ഇക്കാര്യത്തിൽ ഉപയോഗിക്കുന്നത്, ഇതിനൊരു പ്രത്യേക മാനമുണ്ട്. എന്ന് വെച്ചാൽ ഞങ്ങളുടെ വഴിയിലുള്ള എല്ലാ വിമതസ്വരങ്ങളെയും എല്ലാ വിമർശനങ്ങളെയും ഞങ്ങളുടെ എതിരാളികളെയും എല്ലാം ഞങ്ങൾ ബുൾഡോസർ വെച്ച് തള്ളിമാറ്റും എന്നുള്ളതാണ്. ഗുജറാത്ത് സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവിടുത്തെ ബഹുമാനപ്പെട്ട ഇപ്പോഴത്തെ മുഖ്യമന്ത്രി അങ്ങനെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ ചിത്രത്തെക്കാൾ വലുതായി വലിയ ബുൾഡോസറുകളുടെ ചിത്രങ്ങളാണ് വെച്ചിരുന്നത്. അതെല്ലാം ഒരു ഈ RSSൻ്റെ പ്രത്യയശാസ്ത്രപരമായ അത്തരത്തിലുള്ള തങ്ങളുടേതായ മസിൽ പവർ, ആ സമ്മർദ്ദതന്ത്രങ്ങൾ ആരുടെ മേലും ഉപയോഗിക്കും എന്നുള്ളത് അതിനെ വംശീയമായും അതിന് മതന്യൂനപക്ഷങ്ങൾക്കെതിരായിട്ടുള്ള വേട്ടയാടലിനും ഒക്കെയായും അങ്ങനെ ഭീഷണിപ്പെടുത്താനും ഭീഷണിപ്പെടുത്തി വരിയിൽ നിർത്താനും അടിച്ചമർത്താനുമെല്ലാം ഈ കായബലത്തിനെ ഉപയോഗിക്കുന്നതിന് യന്ത്രോപകരണങ്ങളെയും അത്തരത്തിൽ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. ഇത് ഈ നമ്മുടെ പൗരത്വ നിയമ ഭേദഗതിക്കെതിരായിട്ടുള്ള പ്രക്ഷോഭങ്ങളിൽ പങ്കെടുത്ത ആളുകളെ വേട്ടയാടാനും ഉപയോഗിച്ചത് പോലീസിനെ മാത്രമായിരുന്നില്ല കയറൂര് വിട്ടത്, അത് ഈ ബുൾഡോസറുകളെ ഉപയോഗിച്ചിരുന്നു. ഇപ്പോൾ പൊതുസ്ഥലങ്ങൾ അനധികൃതമായി കയ്യേറി അത് കെട്ടിയെടുത്തിട്ടുണ്ട്. അത്തരത്തിൽ ഇപ്പോൾ റെയിൽവേയുടേതായിട്ടുള്ള സ്ഥലങ്ങൾ തന്നെ അനധികൃതമായി അത്തരത്തിൽ കെട്ടിയെടുത്തിട്ടുണ്ട് എന്നുള്ളത്. ഇപ്പോൾ നമ്മുടെ ഈ ജലസമ്പത്തുകൾ, ജലസ്രോതസ്സുകൾ കയ്യേറി അത്തരത്തിലെടുത്തിട്ടുണ്ട് എങ്കിൽ അത്തരം കാര്യങ്ങളെല്ലാം അത് ഈ ഒഴിപ്പിച്ചെടുക്കേണ്ടതാണ്. ആ ഒഴിപ്പിച്ചെടുക്കുന്നതിനും അവിടെയും ഒരു ഡ്യൂ പ്രോസസ് ഓഫ് ലോ അവിടെയുണ്ട്. അല്ലാതെ ഏതെങ്കിലും ഒരു മാധ്യമം ചൂണ്ടിക്കാണിച്ചത് കൊണ്ട് നാളെ പോയി അവിടെ അത് ഇടിച്ചു നിർത്താനും അവരെ വലിച്ചു പുറത്തിറക്കാനും അവരുടെ മേൽ അത്തരത്തിലൊരു അനധികൃതമായ നടപടികളും കൈക്കൊള്ളാൻ കഴിയില്ല. ഇവിടെ ഭരണഘടന തന്നെ അനുശാസിക്കുന്ന നിലയിൽ നമുക്ക് ഒരു ഡ്യൂ പ്രോസസ് എന്നുള്ളത് അത് പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലോ ആണ്. ആ പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലോ എന്നുള്ളതിൽ ആ റൂൾ ഓഫ് ലോ ഉണ്ട് എന്നുള്ളത് ലോകത്തിനും ജനങ്ങൾക്ക് മുമ്പിൽ മാതൃകാപരമായി കാട്ടിക്കൊടുക്കേണ്ടത് എപ്പോഴും സർക്കാരിൻ്റെ ഉത്തരവാദിത്വമാണ്. ബാധ്യത എന്നല്ല ഞാൻ പറയുന്നത്, കടമയാണ്. അത് ഇവിടെ തെറ്റിക്കുകയാണ്. ബുൾഡോസർ രാജ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നിയമവാഴ്ചയെ ബുൾഡോസ് ചെയ്യുക എന്നുള്ളതാണ്. അതിനോട് ഒരു കാരണവശാലും ശരി, ആ കാര്യം കോടതി ഓർമ്മിപ്പിക്കുകയാണ് ചെയ്തത്. ശ്രീ രാജു പി നായർ, ഇന്ന് കോടതിയിൽ ഇത് സംബന്ധിച്ച വാദങ്ങൾക്കിടയിൽ എന്ന് പറഞ്ഞാൽ കോടതിയിൽ ഉയർന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ വീടുകളൊക്കെ പൊളിച്ചത് എന്തെങ്കിലും രാഷ്ട്രീയ പ്രതികാരം ചെയ്യാൻ വേണ്ടിയോ അവർ കുറ്റവാളികളായതുകൊണ്ടോ അല്ല, അതൊക്കെ ഇല്ലീഗൽ കൺസ്ട്രക്ഷൻ ആയിരുന്നു, അത് നേരത്തെ നോട്ടീസ് കൊടുത്തു, പൊളിച്ചു എന്ന ഒരു വാദമാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗമായി സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത പോലും കോടതിയിൽ വാദിക്കുന്നത്. അതായത് ഇതൊന്നും അതുകൊണ്ടല്ല, നേരത്തെ നോട്ടീസ് കൊടുത്തതാണ്. അപ്പോൾ ഇതിൽ ഹർജിക്കാർ പലരും ചൂണ്ടിക്കാട്ടുന്നത് നോട്ടീസേ കണ്ടിട്ടില്ല, അല്ലെങ്കിൽ ബാക്ക് ഡേറ്റഡ് നോട്ടീസാണ് ലഭിക്കുന്നത്. മുമ്പ് ഏതെങ്കിലും ഇട്ടിട്ട് ആ പൊളിക്കുന്നതിന് തൊട്ട് മുമ്പ് ഒരു ബാക്ക് ഡേറ്റഡ് നോട്ടീസ് നമ്മുടെ അടുത്തേക്ക് വരുന്നു എന്നൊക്കെയാണ് പറയുന്നത്. അതായത് ഇതൊന്നും ഞങ്ങൾ ബോധപൂർവം ചെയ്യുന്നതല്ല, ഇല്ലീഗൽ കൺസ്ട്രക്ഷനാണ് എന്ന് പറയുമ്പോൾ കോടതി തന്നെ കഴിഞ്ഞ സിറ്റിംഗിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു ഒരു പാൻ ഇന്ത്യൻ ഗൈഡ് ലൈൻസ് കൊണ്ടുവരാൻ പോവുകയാണ് കോടതി എന്ന്. അത് പറഞ്ഞതിന് ശേഷവും ഈ കഴിഞ്ഞ ആഴ്ച സൂറത്തിൽ ഇതുപോലെ ഒരു പാവപ്പെട്ടവൻ്റെ കുടിൽ തകർത്തു, ഒരു ഗണേഷ് പന്തലിലേക്ക് കല്ലെറിഞ്ഞു എന്ന് പറഞ്ഞിട്ടാണ്. അതാണ് കോടതി ഇന്ന് ചൊടിപ്പിച്ചത്. അതായത് കോടതി ഇതൊരു മാർഗനിർദ്ദേശം കൊണ്ടുവരാൻ പോവുകയാണെന്ന് പറഞ്ഞിട്ടും ഈ സംസ്ഥാന സർക്കാർ അതൊന്നും കൂസുന്നില്ല, അതുമായി മുന്നോട്ട് പോവുകയാണ്. അസം എന്ന് പറയുന്ന സംസ്ഥാനത്ത് ഇപ്പോൾ പോലും നമ്മൾ സംസാരിക്കുമ്പോൾ പോലും ചിലപ്പോൾ എവിക്ഷൻ നടക്കുന്നുണ്ടാകാം. അതൊന്നും ഒരു മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയോ പുറം ലോകം പോലും അറിയുകയോ ചെയ്യുന്നില്ല. യഥാർത്ഥത്തിൽ ഇതിൽ കോടതിയുടെ ഇടപെടൽ മാത്രം മതിയോ? ഒരു രാഷ്ട്രീയ ഇടപെടൽ വേണ്ടതില്ലേ മനുഷ്യ ജീവിതങ്ങളിലേക്കുള്ള ഈ ബുൾഡോസറുകളുടെ കടന്നുകയറ്റത്തിൽ? അല്ലെ, ഈ പൊളിച്ചു കളയൽ തന്നെ ബുൾഡോസർ രാജ് തന്നെ ഒരു രാഷ്ട്രീയ ഇടപെടലാണ്. അതിന് പിന്നിൽ വ്യക്തമായ രാഷ്ട്രീയമുണ്ട്. കാരണം സംഘപരിവാർ രാജ്യത്ത് വിതയ്ക്കാൻ ഉദ്ദേശിക്കുന്ന ഭയത്തിൻ്റെ രാഷ്ട്രീയം, അവരുടെ ഒരു സർവാധിപത്യം ആണ് എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ, ഞങ്ങളുടെ പരിധിക്ക് നിന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ജീവിക്കാൻ അവകാശമില്ല എന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന ഒരു സർവാധിപത്യം രൂപപ്പെടുത്താൻ ഉദ്ദേശിക്കുന്ന രാഷ്ട്രീയത്തിൻ്റെ ഭയം വിതയ്ക്കുന്ന ഒന്നാണ് ഇത് പറയുന്നത്. ഇപ്പോൾ ഇവിടെ സൂചിപ്പിച്ച പോലെ ഈ കുറ്റകൃത്യങ്ങളിൽ പെട്ടിട്ടുള്ളവർ, അങ്ങനെ കുറ്റകൃത്യങ്ങളിൽ പെട്ടിട്ടുള്ള ആൾക്കാരുടെ ഒരു ബാക്ക് ട്രാക്ക് എടുത്ത് അവരെ സംബന്ധിച്ച് എന്തെങ്കിലും നിയമപരമായ പഴുതുണ്ടോ എന്നുകൂടി ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുന്ന ഒന്നാണ്. അത് തീർച്ചയായിട്ടും ചില അരികുവൽക്കരിക്കപ്പെട്ട സമൂഹങ്ങൾ, ന്യൂനപക്ഷങ്ങളെയൊക്കെ ആണ് ഏറ്റവും കൂടുതൽ അത് ബാധിച്ചിട്ടുള്ളത് നമുക്ക് വളരെ കൃത്യമായിട്ട് അറിയാം. ഇവിടെ സൂചിപ്പിച്ച പോലെ ഞാനത് വീണ്ടും പോകുന്നില്ല, ഉത്തർപ്രദേശിൽ തുടങ്ങി വെച്ചതാണ്. അത് അവസാനം മധ്യപ്രദേശ്, രാജസ്ഥാൻ,
ഗുജറാത്ത്, അസം വലി എല്ലാ BJP-യുടെ സംസ്ഥാനങ്ങളിലേക്കും അത് പ്രാവർത്തികമാക്കാനുള്ള ശ്രമമാണ് ഉണ്ടായിരിക്കുന്നത്. അവിടെ എന്താ, ഒരു കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ടാൽ പോലും അയാൾക്ക് ഈ രാജ്യത്തിന്റെ നിയമവ്യവസ്ഥ അയാൾക്ക് താൻ നിരപരാധിയാണെന്ന് തെളിയിക്കാനുള്ള ആവശ്യത്തിനുള്ള സമയം കൊടുക്കുന്നുണ്ട്. ആ സമയം ട്രയൽ കോർട്ടും അതിന്റെ അപ്പർ കോർട്സിലും എല്ലാം പോയി സുപ്രീം കോടതി വരെ അവർക്ക് അവരുടെ നിയമപരമായിട്ടുള്ള അവകാശങ്ങളെ ഉപയോഗപ്പെടുത്താൻ ഉള്ള സാഹചര്യമുണ്ട്. അങ്ങനെ ചെയ്തുകൊണ്ടാണ് നിയമം നടപ്പാക്കാൻ കഴിയുക. ഒരു പരിഷ്കൃത സമൂഹത്തിൽ അങ്ങനെ മാത്രമേ നടപ്പാക്കാൻ കഴിയുള്ളൂ. നമ്മളെ സംബന്ധിച്ചറിയാം, ഇന്ത്യക്കെതിരെ ആക്രമണം നടത്തിയിട്ടുള്ള അജ്മൽ കസബിനെ പോലും നമ്മൾ ട്രയൽ നടത്തി, വിചാരണ നടത്തി, അജ്മൽ കസബിന് സർക്കാരിന്റെ വക്കീലിനെ വെച്ചുകൊടുത്ത് അയാൾ കുറ്റവാളിയാണ് എന്ന് അസന്ദിഗ്ധമായി കോടതികൾക്ക് ബോധ്യം വന്ന് അയാൾക്കുള്ള എല്ലാ അവകാശങ്ങളും അത് ഉപയോഗപ്പെടുത്തിയതിനു ശേഷമാണ് അയാളെ തൂക്കിക്കൊല്ലാൻ വിധിക്കുന്നത്. അതിനെ സംബന്ധിച്ച് BJP-ക്ക് മറ്റൊരു അഭിപ്രായം, അല്ലെങ്കിൽ BJP ബിരിയാണി കൊടുത്ത് കസബിനെ വളർത്തി എന്നുള്ള നെറേറ്റീവ് ഉണ്ടാക്കാം. അതൊരു പക്ഷെ അവരുടെ ഇപ്പോഴത്തെ രാഷ്ട്രീയത്തിന് ചേരുന്നതാവും. പക്ഷെ അടിസ്ഥാനപരമായിട്ട് എന്താ, അടിസ്ഥാനപരമായിട്ട് ഒരു മനുഷ്യന് ഉള്ള പൗരാവകാശം അല്ലെങ്കിൽ മനുഷ്യാവകാശം, ആ അവകാശങ്ങൾ മുഴുവൻ കൊടുത്തുകൊണ്ട് അയാൾ കുറ്റവാളിയാണെന്ന് അവസാനത്തെ കോടതി വിധിച്ചതിന് ശേഷം അയാൾക്ക് ശിക്ഷ കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ നീതിന്യായ വ്യവസ്ഥ. ആ നീതിന്യായ വ്യവസ്ഥയെ മുഴുവൻ അട്ടിമറിക്കാനുള്ള ശ്രമം കൂടിയാത്തുണ്ട്. ഇതിനകത്ത് ഭരണഘടന ഞങ്ങളുടെ മുന്നിൽ ഒന്നുമല്ല. ഞങ്ങൾക്ക് ഈ ഭരണഘടനയെ പുല്ലുവില പോലുമില്ല. ഞങ്ങൾ തീരുമാനിക്കുന്ന കാര്യങ്ങൾ മാത്രമേ ഇവിടെ നടക്കൂ എന്ന് സ്ഥാപിക്കാനുള്ള ഹിന്ദുത്വ വർഗീയവാദ രാഷ്ട്രീയത്തിന്റെ ഏറ്റവും വലിയ ഒരു ഉദാഹരണം കൂടിയായിരുന്നു. എന്തായിരുന്നു അവിടെ ഒരു കുറ്റകൃത്യത്തിൽ, ഞാൻ ചോദിക്കട്ടെ, കുറ്റകൃത്യത്തിൽ ഒരാൾ ഏർപ്പെട്ടു, അയാൾ നിയമപരമായിട്ട് സ്ഥാപിക്കപ്പെട്ട കുറ്റവാളിയാണ്. അതിനു മുമ്പ് അയാളെ ശിക്ഷിക്കുക മാത്രമല്ല, ഇനി കുറ്റവാളി ആണെങ്കിൽ പോലും അയാളുടെ മാതാപിതാക്കളെയോ അയാളുടെ ബന്ധുക്കളെയോ ശിക്ഷിക്കാനുള്ള അവകാശമുണ്ടോ? അയാളുടെ സ്വത്തുക്കളിൽ കോടതി അനുവദിക്കുന്ന നഷ്ടപരിഹാരം, അതിനപ്പുറത്ത് 1 രൂപ എടുക്കാൻ സർക്കാരിന് അവകാശമുണ്ടോ? ഇല്ലല്ലോ. അതിനു പകരം അയാളുടെ സ്വത്ത് മുഴുവൻ നശിപ്പിച്ചു കളയുക, അയാളുടെ കുടുംബത്തെ വഴിയാധാരമാക്കുക തുടങ്ങിയ ഒരു വൈരാഗ്യ ബുദ്ധിയോടുകൂടി, വെറുപ്പ് ഉയർത്തുന്ന ഒരു ബുദ്ധിയോടുകൂടി സംഘപരിവാർ ചെയ്യുന്ന രാഷ്ട്രീയത്തിന്റെ ഭാഗമാണ് ഇത്. കുറ്റവാളികൾ മാത്രം ഒതുങ്ങിയില്ല, 1.5 ലക്ഷം പേരാണ് കഴിഞ്ഞ ഏകദേശം 2 വർഷം കൊണ്ട് ഈ സംസ്ഥാനങ്ങളിൽ, ഈ പറയുന്ന സംസ്ഥാനങ്ങളിൽ ഇത്തരത്തിൽ ബുൾഡോസർ വരുന്നത്. അവർക്ക് വികസനം നടത്താൻ, പൂന്തോട്ടങ്ങൾ ഉണ്ടാക്കാൻ, അമ്പലം പണിയാൻ, ഇതിനെല്ലാം വേണ്ടി ഒരു എന്താ പറയുക മാർഗവുമില്ലാത്ത മനുഷ്യരെ, അല്ലെങ്കിൽ മറ്റൊരു ജീവിതമാർഗമില്ലാത്ത മനുഷ്യരെ അവരുടെ കടകൾ ഉൾപ്പെടെ യാതൊരു വിധത്തിലുള്ള നിയമപരമായ കാര്യങ്ങൾ ചെയ്യാതെ അത് പൊളിച്ചു കളഞ്ഞ് അവരോട് പോകാൻ പറയുകയാണ്. രാഷ്ട്രീയമായിട്ടൊന്ന് ആലോചിച്ച് നോക്കണം. ഞാൻ അയോധ്യ ഉൾപ്പെടുന്ന ഫൈസാബാദിൽ BJP പരാജയപ്പെട്ടതിന്റെ കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ഒരു സംഭവം തന്നെയായിരുന്നു. ഞാൻ അവിടെയുള്ള ചില ആൾക്കാരോട്, അയോധ്യയിൽ ഉൾപ്പെടെയുള്ള ആൾക്കാരോട് ഞാൻ ഫോണിൽ സംസാരിച്ചു. അവരോട് ഞാൻ ചോദിച്ചു, എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു തീരുമാനം അവിടെ നിന്ന് ജനങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായത്? അയാൾ ചോദിച്ചൊരു ചോദ്യമാണ്, സാർ ഞങ്ങളുടെ മുമ്പിൽ ഒരു പൂന്തോട്ടം പണിത് വെച്ചിട്ടുണ്ട്, വലിയൊരു പാർക്ക് പണിത് വെച്ചിട്ടുണ്ട്, വളരെ വലിയ അയോധ്യയുടെ ഉദാഹരണം ഇപ്പോൾ നമ്മുടെ കോടതിയിൽ പരിഗണനയുള്ള കേസുമായി ബന്ധിപ്പിക്കുന്നതിൽ അനൗചിത്യമുണ്ടെന്ന് തോന്നുന്നു. നമ്മൾ അത് ഇല്ലീഗൽ കൺസ്ട്രക്ഷനോ അല്ലെങ്കിൽ ഭൂമി ഏറ്റെടുത്ത് ഒറ്റ നിമിഷം ഇതങ്ങനെയല്ല. കല്ലെറിഞ്ഞു എന്നൊക്കെ കേസുണ്ടാക്കുക, സമരം ചെയ്യുന്നവരെ റൈറ്റേഴ്സായിട്ട് കാണുക, രാത്രി പോയി അവരുടെ വീട് പൊളിക്കുക, ഇതൊരു തരം രാഷ്ട്രീയ പ്രതികാര ബുദ്ധിയാണ്. എൻ്റെ ക്വസ്റ്റ്യന്റെ മർമ്മം അതല്ല. ഇതിനെതിരെ ഒരു തരത്തിലുള്ള രാഷ്ട്രീയ പ്രതിരോധം ഉണ്ടാവുന്നില്ല. ഇരകൾക്ക് കോടതിയിൽ പോയി വാദിക്കേണ്ടി വരുന്നു. ഇപ്പോൾ അസമിൽ നോക്കൂ, അസമിൽ ഈ വർഷം ഒരൊറ്റ ആഴ്ച മാത്രം 8000 വീടുകളാണ് തകർത്തത്. ഒരാഴ്ച മാത്രം 8000 വീടുകൾ. അവിടുത്തെ പ്രതിപക്ഷത്തിന് ഒരു ശബ്ദവുമില്ല. ഇപ്പോൾ ജഹാംഗീർപൂരിൽ നോക്കുക, ജഹാംഗീർപൂരിൽ ആരും പ്രതിപക്ഷ പാർട്ടികൾ, ഇപ്പോൾ ബൃന്ദാകാരായിട്ട് ഒരു ബുൾഡോസറിന് മുമ്പിൽ കയറി നിന്നു. കോൺഗ്രസിനൊന്നും എവിടെയും കാണുന്നില്ല ഈ ഒരു പൈശാചിക വൃത്തിക്കെതിരെ. അജിംസൺ, ഞാൻ പറഞ്ഞു വരുന്നത് അയോധ്യ വ്യത്യസ്തപ്പെടുത്തി കാണാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഈ ഭയത്തിന്റെയും തങ്ങളുടെ സർവാധിപത്യത്തിന്റെ രാഷ്ട്രീയം അടിച്ചേൽപ്പിക്കാൻ വേണ്ടി പല മാർഗത്തിൽ ഉപയോഗിക്കുന്നതാണ്. അങ്ങനെയുള്ളൊരു സ്ഥലത്ത് ജനങ്ങളുടെ അനുമതിയില്ലാതെ, അല്ലെങ്കിൽ അവർക്ക് നിയമപരമായ സാവകാശം നൽകാതെ ഇത്തരത്തിലുള്ള ചെയ്യുന്നത് ഭയം ജനിപ്പിക്കുക എന്നുള്ള ഉദ്ദേശം. അതിന് തീർച്ചയായിട്ടും രാഷ്ട്രീയ പ്രതിരോധം ഉയർന്നു വരുന്നുണ്ട്. ഞാൻ പറയട്ടെ, ഈ രാജ്യത്ത് മുഴുവൻ BJP-യുടെ ഈ ഭയത്തിന്റെ രാഷ്ട്രീയത്തിനെതിരെ ഏറ്റവും വലിയ പ്രതിരോധം ഉയർത്തിയ രാഹുൽ ഗാന്ധിയല്ലേ? അത് കേവലം ഇവിടെ മാത്രമല്ലല്ലോ, ഈ രാജ്യത്ത് മുഴുവൻ ഉയർത്തില്ല. അതിന്റെ ഫലമാണല്ലോ 240ലേക്ക് BJP-ക്ക് ഒതുങ്ങേണ്ടി വന്നത്. അവിടെ എല്ലാ കാലത്തും RSSന്റെ ഇത്തരത്തിലുള്ള രാഷ്ട്രീയത്തിനെതിരെ, ഈ കിരാതമായ നിയമവാഴ്ചയില്ലാത്ത സാഹചര്യത്തിനെതിരെ ഉത്തർപ്രദേശും രാജസ്ഥാനും ഉൾപ്പെടെയുള്ള മുഴുവൻ സ്ഥലങ്ങളിലും പ്രക്ഷോഭങ്ങൾ നടന്നിട്ടുണ്ട്.
ആ പ്രക്ഷോഭങ്ങളെല്ലാം നടക്കുന്നുണ്ട്. അതിന് വലിയ ഒരു സ്വീകാര്യത ഭാരത് ജോഡോ യാത്രയിലൂടെ വിട്ടവരെയും അതിനെ സംബന്ധിച്ചുണ്ട്. ഞാൻ ഭാരത് ജോഡോ ന്യായ യാത്രയിലുണ്ടായിരുന്നതാണ്. ഉത്തർപ്രദേശിലും രാജസ്ഥാനിലും കൂടി പോയ വഴികളിലെല്ലാം രാഹുൽ ഗാന്ധി പറഞ്ഞ രാഷ്ട്രീയത്തിൽ ഇതുൾപ്പെടെ ഉള്ള രാഷ്ട്രീയം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണ് ഇതിന് ജനങ്ങളുടെ ഒരു വരുന്നത്. അപ്പോൾ ഇത്തരത്തിൽ സർക്കാർ, BJPയുടെ സർക്കാരുകൾ അല്ലെങ്കിൽ സംഘപരിവാറിന്റെ ഇത്തരത്തിലുള്ള ഹിന്ദുത്വ വർഗീയവാദികൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ആ ഭയത്തെ മറികടക്കുക എന്നും അതിനെതിരെ ശക്തമായ പ്രതിരോധം തീർക്കുക എന്നുള്ളതാണ്. അതിനകത്തിപ്പോ വന്നിരിക്കുന്ന കോടതി വിധി ഇപ്പോൾ വന്നു എന്നുള്ളത് ഒരു സന്തോഷകരമാണ്. പക്ഷേ ഇത് ഒത്തിരി മുന്നേ വരേണ്ടതായിരുന്നു. ലക്ഷക്കണക്കിന് ആൾക്കാരെ വീടൊഴിപ്പിക്കുന്ന ഇത്തരത്തിലുള്ള തങ്ങളുടെ തീരുമാനങ്ങൾക്കനുസരിച്ച് സാധാരണ മനുഷ്യരെ കീടങ്ങളുടെ വില പോലും കൊടുക്കാതെ അവരെ എല്ലാം ചവിട്ടിത്തേക്കുന്ന ഈ RSSന്റെ രാഷ്ട്രീയത്തിനെതിരെ കുറെ കൂടി ശക്തമായിട്ടുള്ള രീതിയിൽ ഇതിനു മുമ്പ് സുപ്രീം കോടതി വിധികൾ അത് വ്യക്തമായിട്ട് വന്നിരുന്നില്ല എന്നുള്ളത് ഏറ്റവും വലിയ സങ്കടകരമായ അവസ്ഥയാണ്. ഇപ്പോ ഒക്ടോബർ 1 വരെയാണെങ്കിലും അത് വന്നിട്ടുണ്ട്. ഒക്ടോബർ 1-അപ്പുറത്തേക്ക് ഇതെങ്ങനെയാണ് മാറുന്നത്, ഇതെങ്ങനെയാണ് നടപ്പാക്കാൻ പോകുന്നത് നമുക്ക് കാത്തിരുന്ന് കാണാം. തീർച്ചയായിട്ടും സുപ്രീം കോടതി ആ മനുഷ്യാവകാശങ്ങൾക്ക് വേണ്ടി നിലനിൽക്കും എന്നുള്ളത് തന്നെയാണ് ഞങ്ങൾ കരുതുന്നത്. ശരി, ശ്രീ ഷാബു പ്രസാദ്, ഈ വർഷം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കോൺഗ്രസിനെ ഉപദേശിച്ചത് ബുൾഡോസർ എവിടെ ഓടിക്കണമെന്ന് ട്യൂഷൻ പഠിക്കൂ, യോഗി ആദിത്യനാഥിൻ്റെ അടുത്ത് പോയി എന്നാണ്. ഇന്ന് കോടതി ആ പാഠം തിരിച്ചു പഠിപ്പിക്കുകയാണ് UP ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളെ. അവിടെ ഇപ്പോഴും മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥാണ്. ഇത് രാഷ്ട്രീയമായ തിരിച്ചടിയല്ലേ ഇന്നത്തെ കോടതിയുടെ നിരീക്ഷണം? അതിലേക്ക് വരാം. നമ്മുടെ നാട്ടിൽ, രാജ്യത്ത് ആദ്യമായിട്ട് ഈ ബുൾഡോസർ പൊളിറ്റിക്സ് അല്ലെങ്കിൽ ഈ ബുൾഡോസർ രാജ് ആദ്യമായി കേട്ടത്, എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ, എൻ്റെ അറിവ് ശരിയാണെങ്കിൽ, അടിയന്തരാവസ്ഥ കാലത്ത് തുർക്ക്മാൻ ഗേറ്റിലാണ്. ആ തുർക്ക്മാൻ ഗേറ്റിൽ അവിടെ ഉണ്ടായിരുന്ന പാവപ്പെട്ട, അതിലേറെയും ന്യൂനപക്ഷങ്ങളായിരുന്നു, ന്യൂനപക്ഷത്തിൽപ്പെട്ട മുസ്ലിങ്ങളായിരുന്നു. എത്ര എണ്ണം ബുൾഡോസറിൻ്റെ അടിയിൽപ്പെട്ട് ചതഞ്ഞരിഞ്ഞ് മരിച്ചു എന്നുള്ളതിന് അന്നും കണക്കില്ല, ഇന്നും കണക്കില്ല. 70കളുടെ അവസാനം അടിയന്തരാവസ്ഥ കാലത്ത് തുർക്ക്മാൻ ഗേറ്റ് സഞ്ജയ് ഗാന്ധിയുടെ കിരാത വാഴ്ചക്കാലത്ത് നടന്ന സംഭവമാണത്. പിന്നെ നമ്മൾ കേരളത്തിൽ പിന്നെ ഇത് കേട്ടിട്ടുള്ള ഈ പറഞ്ഞ ബുൾഡോസർ ഒരു താരമായത് ഇടതുപക്ഷ മുന്നണിയുടെ ഭരണക്കാലത്ത് അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരിക്കുമ്പം മൂന്നാറിലാണ്. അങ്ങോട്ട് ചെല്ലുക, ഒരു റിസോർട്ട് ഇടിച്ച് പൊളിച്ച് ദൂരേക്ക് അങ്ങോട്ട് കളയുക. എത്ര എണ്ണം! ഇവിടെ വലിയ സംഭവമായിരുന്നല്ലോ. എന്തടിസ്ഥാനത്തിലായിരുന്നു എന്നുള്ളതൊന്നും അറിയില്ല. എന്തായാലും അച്യുതാനന്ദന് പിണറായി വിജയൻ്റെ മേളിൽ കുറച്ചൊരു ആധിപത്യം, കുറച്ചൊരു താരപരിവേഷം കിട്ടേണ്ട ആവശ്യമായിരുന്നു. ആ താരപരിവേഷം അദ്ദേഹം നേടി. അതിനുശേഷം പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ അവിടുത്തെ മൂന്നാറിലെ എല്ലാ നിർമ്മിതികളും നിയമവിധേയമായി മാറി. അതിനു മുമ്പ് അദ്ദേഹത്തിന് താരപരിവേഷം കിട്ടാൻ വേണ്ടിയിട്ടായിരുന്നു ആലപ്പുഴയിലെ അവിടെ ഉണ്ടായിരുന്ന പാവപ്പെട്ട കൃഷിക്കാരുടെ തെങ്ങും വാഴയും കമുകും എല്ലാം മൂടോടെ വെട്ടി നശിപ്പിച്ച് ഇവിടെ ഒരു വെട്ടുതരത്തൽ സംഭവം ഈ കേരളത്തിലുണ്ടായി, നമ്മുടെ പ്രബുദ്ധ കേരളത്തിലുണ്ടായി. അപ്പോൾ ഇത് ഇവിടെ നമ്മൾ അതുകൊണ്ട് ഇവിടെ എല്ലാവരും ഇരുന്ന് ഈ കണ്ടമാനം അങ്ങ് പുണ്യവാളന്മാർ ചമയരുത്. അതുകൊണ്ട് ഈ ചരിത്രം ഒന്ന് ഓർമ്മിച്ചതാണ്. കോടതിയുടെ നിരീക്ഷണത്തെ കുറിച്ച് ഒരു ചെറിയ വിശദീകരണം അങ്ങേക്ക് തരാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒരു നിമിഷം. സുപ്രീം കോടതിയിലെ എന്താ കേസ്? ഇപ്പോൾ പബ്ലിക് പ്രോപ്പർട്ടി കയ്യേറി ആരെങ്കിലും ഇല്ലീഗൽ കൺസ്ട്രക്ഷൻ നടത്തി, അതായത് ഈ പറയുന്ന കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കുന്നതിനെ കുറിച്ചല്ല സുപ്രീം കോടതിയിലെ കേസ്. അതുമായി യാതൊരു ബന്ധമേ ഇല്ല. അതിനൊരു തടസ്സവും ഈ സ്റ്റേയിൽ കോടതി പറഞ്ഞിട്ടില്ല. പബ്ലിക് പ്രോപ്പർട്ടിയിൽ കയറി ആരെങ്കിലും ഇല്ലീഗൽ കൺസ്ട്രക്ഷൻ നടത്തി അത് പൊളിക്കുന്നതിൽ ഒരു തടസ്സവും ഇപ്പോഴില്ല. തടസ്സപ്പെടുത്തിയിട്ടുള്ളത് എന്താണ്? ആരെങ്കിലും എന്തെങ്കിലും കുറ്റം ചെയ്തു, ഒരു അക്യൂസ്ഡ് ആവോ, ഒരു കേസിൽ പ്രതിയായി കഴിഞ്ഞാൽ അന്ന് രാത്രി രാഖി രാമാനം പോയി ആളുടെ വീട് പൊളിച്ചു കളയുന്നതിനെയാണ് കോടതി സ്റ്റേ ചെയ്തിട്ടുള്ളത്. നമ്മൾ അതിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. അതെ, ഒരു കാര്യമുണ്ട്. ഇപ്പോൾ ഇവിടെ ഈ പൊളിച്ച് കളഞ്ഞ സ്ഥലങ്ങളിലൊക്കെ ഇവർ ഇന്ന കേസിൽ പ്രതിയായി എന്ന് പറഞ്ഞിട്ടല്ല പൊളിക്കുന്നത്. അത് ഇവിടെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. കാര്യം ഈ കുറ്റവാളികളുടെ വളരെ കൃത്യമായ ലിസ്റ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇവരെന്തൊക്കെ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ട്, വീട് പണിഞ്ഞ്. പ്രത്യേകിച്ച് എനിക്ക് മറ്റുള്ളവരുടെ കാര്യം അറിഞ്ഞില്ല. ഞാൻ ഉത്തർപ്രദേശിൽ പഠിച്ചവനാണ്. ഞാൻ കാൺപൂർ യൂണിവേഴ്സിറ്റിയിലാണ് ഞാൻ PG ചെയ്തത്. 2-3 വർഷം അവിടെ നിന്ന് ഞാനിത് കണ്ടിട്ടുണ്ട്. അവിടുത്തെ ഗ്യാങ് വാർ എന്താണ്, അവിടുത്തെ ഗുണ്ടാരാജ് എന്താണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് നേരിട്ട് കണ്ട് അനുഭവിച്ചൊരു വ്യക്തിയാണ് ഞാൻ. അവിടെ ഈ അസാധാരണമായ സാഹചര്യങ്ങളെ അസാധാരണമായ രീതിയിൽ തന്നെ കൈകാര്യം ചെയ്താലേ
ചിലപ്പോൾ കാര്യങ്ങളൊക്കെ നേരെയാവുകയുള്ളൂ എന്നുള്ള ഒരു ഇതേ വാസ്തവം. അവസ്ഥ തന്നെയാണോ മധ്യപ്രദേശിലും ആസാമിലും രാജസ്ഥാനിലും ഗുജറാത്തിലുമല്ല? അല്ലാതെ ഈ അവസ്ഥ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലേ ഉള്ളൂ, അതാണ് പ്രശ്നം. അല്ല പറയുന്നത് ഇപ്പോൾ ഒരു കാര്യമുണ്ട്, ഓരോ സംസ്ഥാനം ഇപ്പം ഇവിടെ മൂന്നാറിൽ മാത്രമേ ഇവിടെ കയ്യേറ്റങ്ങൾ ഉണ്ടായിരുന്നുള്ളൂ, മറ്റുള്ള സംസ്ഥാനങ്ങളിലൊന്നും ഇല്ലായിരുന്നു. CPM ഭരിക്കുന്ന സ്ഥലത്ത് മാത്രമേ ഉണ്ടായിരുന്നു. അങ്ങ് യു പിയിലാണ് 2 വർഷം പഠിച്ചതെന്ന് പറഞ്ഞു. ഞാൻ മധ്യപ്രദേശിൽ പോയ കണ്ടപ്പോൾ കണ്ട ഒരു കാഴ്ച ഞാൻ പറയട്ടെ. അതായത് ഇലക്ട്രിക് പണി ചെയ്യുന്ന ഒരു വയർമാനായ മനുഷ്യൻ, അയാൾ ഇലക്ട്രിക് പണിക്കിടെ ഷോക്കേറ്റ് അയാളുടെ 2 കൈയും നഷ്ടപ്പെട്ടു. രാംനവമി ഘോഷയാത്രയ്ക്കെതിരെ കല്ലെറിഞ്ഞു എന്നാരോപിച്ച് അയാൾക്കെതിരെ കേസ് വന്നു. അന്ന് വൈകിട്ട് അയാളുടെ ഒരേ ഒരു ഉപജീവന മാർഗമായ ഒരു പെട്ടിക്കട പൊളിച്ചു കളഞ്ഞു. ഇത് മധ്യപ്രദേശിൽ BJP ഭരിക്കുന്ന മധ്യപ്രദേശിൽ നടന്നതാണ്. ഞാൻ നേരിട്ട് കണ്ട കാര്യം. ഞാനതല്ല പറഞ്ഞു നിൽക്കുകയായിരുന്നെങ്കിൽ ഇതിൻ്റെ ഈ ഒരു വലിയ ഓരോ ഇല്ലീഗലായിട്ടുള്ള ആ രീതിയിലുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ അത് കോടതി ഇടപെടട്ടെ, അത് ചെയ്യട്ടെ. ഇനിയിപ്പോൾ ഞാൻ വേറൊരു കാര്യം സുപ്രീം കോടതിക്ക് മുമ്പിലുള്ള കേസുകൾ മുഴുവൻ ഇതുപോലുള്ള ഇല്ലീഗൽ ഡെമോളിഷനെ കുറിച്ചുള്ളതാണ്. അല്ലാതെ ഒരു നിമിഷം പബ്ലിക് പ്രോപ്പർട്ടി കൈയേറി അതിന്റെ പേരിൽ മുനിസിപ്പാലിറ്റി ആക്ഷൻ എടുത്ത ആൾക്കാരല്ല ഈ കോടതിയെ സമീപിച്ചത്. ഇതുപോലുള്ള നിയമവിരുദ്ധമായ പൊളിക്കലുകൾ സർക്കാർ നടത്തുമ്പോൾ അതിനെതിരെയാണ് സുപ്രീം കോടതി കോടതി തീരുമാനിക്കട്ടെന്നേ. ഇതിപ്പോ ഈ ഒക്ടോബർ 1 വരെയാണ് തടഞ്ഞിരിക്കുന്നത്. ഇന്ന് സെപ്റ്റംബർ 17 ഇനിയും 13 ദിവസത്തേക്കാണ് അത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മളൊന്ന് നോക്കട്ടെ എന്ന് ഈ കോടതി പറഞ്ഞിരിക്കുന്നത്. ഇനി ഞാനൊരു കാര്യം പറയട്ടെ അജിംസേ, ഇപ്പോൾ ഒരു 2-3 വർഷം മുമ്പ് ഹൈദരാബാദിൽ ഒരു ലേഡി ഡോക്ടറെ ബലാത്സംഗം ചെയ്ത് കൊന്ന കേസിലെ ആ പ്രതികളെ അറസ്റ്റ് ചെയ്തു. അന്ന് രാത്രിയിൽ ആ പ്രതികൾ കസ്റ്റഡിയിൽ നിന്ന് ചാടിപ്പോയാൻ ശ്രമിച്ചതിൻ്റെ ഫലമായിട്ട് ആ പ്രതികൾ പോലീസിൻ്റെ വെടിയേറ്റ് മരിച്ചു. എന്താണ് സംഭവിച്ചത് എന്ന് എനിക്കും അറിയാം, നിങ്ങൾക്കും അറിയാം, ഈ നാട്ടുകാർക്ക് മുഴുവനും അറിയാം. അത് ശരിയാണോ എന്ന് ചോദിച്ചാൽ, ശരിയാണോ തെറ്റാണോ എന്ന് ചോദിച്ചാൽ അതിൻ്റെ അകത്ത് വലിയ ഒരു ശരിയുണ്ട്. എന്നാൽ നിയമത്തിൻ്റെ ദൃഷ്ടിയിൽ നിങ്ങൾ ഈ പറഞ്ഞ പോലെ ഈ പറഞ്ഞ ന്യായങ്ങൾ വെച്ചിട്ട് അവസാനം സുപ്രീം കോടതിയിൽ വരെ എത്തി അയാൾക്കെല്ലാ നീതി ന്യായ വ്യവസ്ഥകളും വാഗ്ദാനം ചെയ്ത് അതിനുശേഷം മാത്രമേ ശിക്ഷിക്കാൻ പാടുള്ളൂ എന്നുള്ള വാദം വെച്ച് നോക്കുകയാണെങ്കിൽ അത് തെറ്റുമാണ്. പക്ഷേ ഇവിടെ സമൂഹമാണ് അത് വിലയിരുത്തേണ്ടത്. നമ്മളൊക്കെ തന്നെ അതുകൊണ്ട് തന്നെ അതാണ് ഞാൻ പറഞ്ഞത്. രാജ്യമാണ് നിയമവാഴ്ചയില്ലെങ്കിൽ എന്താ പ്രശ്നം എന്നറിയാമോ? നിയമവാഴ്ചയുള്ള രാജ്യമാണ്. എന്താണെന്ന് വെച്ചാൽ സർക്കാരിന് തോന്നുകയാണ് ഒരുത്തിന്റെ വീടാൻ പൊളിക്കാൻ, അവനെതിരെ FIR ഇടുക, രാത്രി പോയി പൊളിക്കുക. അതാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. അതാണ് സുപ്രീം കോടതി. അതായത് ഇപ്പൊ പറഞ്ഞ പോലെ ഇത് ഒരു കുറ്റകൃത്യത്തിൽ പങ്കെടുത്തു എന്ന കാരണമല്ല. ഇപ്പം നിയമത്തിൻ്റെ ഇവിടെ രാജു പി നായർ പറഞ്ഞത് ഞാൻ അംഗീകരിക്കുന്നു. നിയമത്തിൻ്റെ പഴുതുകൾ ഉപയോഗിച്ച് തന്നെയാണെന്നേ ചെയ്യുന്നത്. നിയമത്തിന്റെ പഴുതുകൾ അതുകൊണ്ട് ഇപ്പോൾ ഒരു കാര്യമുണ്ട്, നിയമത്തിന്റെ പഴുതാണ്. ഒരു കാര്യമുണ്ട് ഷാബു പ്രസാദ്, എന്ത് നിയമത്തിന്റെ പഴുതാണ് ഇവിടെ സർക്കാർ? അല്ല, അത് കോടതി തീരുമാനിക്കട്ടപ്പാ. അതല്ല, അത് ഞാനും നിങ്ങളും അല്ല തീരുമാനിക്കുന്ന. അല്ല, ഇതിൽ നിയമത്തിന്റെ പഴുത് എവിടെയാണ്? അല്ല, നിയമത്തിന്റെ പഴുതുണ്ട് എന്നാരും പറയുന്നില്ല. അവർ പറയുന്നത് അങ്ങനെ ഒരു ബന്ധവും ഇല്ല, ഇവർ പൊളിച്ചു എന്നാണ് പറയുന്നത്. അവര് പറയുന്നു, ഇവര് പറയുന്നു. ഷാബു പ്രസാദ് കാണുന്ന കാര്യമുണ്ടല്ലോ, ക്രിമിനലുകളെ ഒതുക്കാൻ വേണ്ടി അവരുടെ വീടുകൾ പൊളിക്കണം എന്നാണ് ഷാബു പറയുന്നത്. കോടതിയിൽ ഈ വാദം സർക്കാരുകൾക്ക് ഇല്ലെന്നേ. കോടതിയിൽ പറഞ്ഞ് ഞങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ടല്ല, അവർ ക്രൈം ചെയ്തിട്ടുണ്ടാവും, നമ്മൾ വേറെ കേസിലാണ് പൊളിച്ചതെന്നാ പറയാം. അജിംസെ, സംസാരിക്കാൻ അനുവദിച്ചില്ലെങ്കിൽ ഞാൻ ഇവിടെ നിർത്തി. ഞാൻ നല്ല വന്നിരിക്കുകയാണ്, എനിക്ക് വേറെ പണിയുണ്ട്. എനിക്ക് ഇവിടെ വന്നിരുന്ന എനിക്ക് ഈ മീഡിയ വണ്ണിൽ ഇരുന്ന് ലോകത്തിനെ മുഖം കാണിച്ചോളാമെന്ന് ഞാൻ നേർച്ചയൊന്നും നേർന്നിട്ടില്ല. എനിക്കൊട്ടും നിർബന്ധവും ഇല്ല. നിങ്ങൾ എന്നെ വിളിച്ചു വരുത്തിയതാണ്. എന്നെ സംസാരിക്കാൻ അറിഞ്ഞില്ലെങ്കിൽ ഈ നിമിഷം ഞാൻ ഈ മൈക്ക് ഉരുവച്ചിട്ടു. ഇനിയിപ്പോൾ അതല്ലേ, നിയമം ഉപയോഗിച്ച് തന്നെയാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഇനിയും അത് നിയമവിരുദ്ധമാണോ നിയമവിധേയമാണോ എന്ന് കോടതി തീരുമാനിക്കട്ടെ. കോടതിയുടെ തീരുമാനം എന്ത് തന്നെയായാലും അത് കേന്ദ്ര സർക്കാരായാലും എനിക്കായാലും നിങ്ങൾക്കായാലും അത് അനുസരിക്കാൻ ബാധ്യസ്ഥമാണ്. അല്ലാതെ അനുകൂലമായ കോടതി വിധി വരുമ്പോൾ നല്ല കോടതിയും പ്രതികൂലമായ കോടതി വിധി വരുമ്പോൾ അത് വേറെ കോടതിയുമാകുന്ന ആ ഒരു ഏർപ്പാട് എന്തായാലും ഈ കേന്ദ്ര സർക്കാരോ BJPയോ എടുക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അതായത് ഞങ്ങൾക്ക് അനുകൂലമാണ് കോടതി വിധിയെങ്കിൽ അത് ഗംഭീരമായ കോടതിയാണ്. അല്ല, ഇനിയിപ്പോൾ ഈ കോടതി വിധി ശരി, സർക്കാരിനോട് ഇത് ചെയ്യുന്നതിൻ്റെ അത് നിയമവിരുദ്ധതയൊന്നുമില്ല എന്ന് പറഞ്ഞാൽ ഇതേ ആൾക്കാർ പറയും ഈ കോടതിയുടെ ജഡ്ജിയെ സ്വാധീനിച്ചു, ഈ ജഡ്ജിക്ക് ഇവിടെ ഗവർണർ പദവി കൊടുക്കാൻ പോകുന്നു എന്ന് ഇതേ ആൾക്കാർ പറയും. അതിന്റെ പേരാണ് ഇരട്ടത്താപ്പ്. ഇലക്ട്രൽ ബോണ്ട് നിരോധിച്ചപ്പോൾ പ്രധാനമന്ത്രി പിറ്റേ ദിവസം എന്താ പറഞ്ഞതെന്ന് നമ്മൾ കേട്ടാണ്. ഞാൻ മടങ്ങി വരാൻ കയ്യിലേക്ക്. ശ്രീ ദീപക് പ്രകാശ്, ഇതിൽ നിയമത്തിന്റെ പഴുത് ഉപയോഗിച്ചാണ് ഈ സർക്കാരുകൾ കുറച്ച് അതിക്രിയയാണെങ്കിൽ ഇതൊക്കെ ചെയ്യുന്നത് എന്ന് പറയുന്നതിനെ എങ്ങനെ വ്യാഖ്യാനിക്കും? പലപ്പോഴും ഒരു കോടതിക്ക്
മറുപടി നൽകേണ്ട കാര്യങ്ങളിൽ ഏതെങ്കിലും ഒരു പേപ്പറിൻ്റെ ഒരു ഓർഡറിൻ്റെ സഹായത്തോടു കൂടി മാത്രമാണ് ഇതുപോലുള്ള എവിക്ഷൻ പ്രോസസ്സ് നടപ്പാക്കാറുള്ളത്. പക്ഷേ അതിന് പ്രോപ്പറായി പാലിക്കേണ്ട ഏറ്റവും പ്രാഥമികമായ ചില നടപടിക്രമങ്ങൾ ഈ വർഷങ്ങളായി താമസിക്കുന്ന ഈ വ്യക്തിക്കോ ആ കുടുംബത്തിനോ അവിടെ നിന്നും മാറിപ്പോകാനുള്ള ഒരു നോട്ടീസ്, ഏറ്റവും മിനിമം 1 മാസത്തെയെങ്കിലും ഒരു നോട്ടീസ് നൽകുകയും അതിന് അവരുടെ നിന്ന് മറുപടി വാങ്ങുകയും അത് ശരിയല്ല എന്ന് കണ്ടാൽ അവരെ ഫോഴ്സ് ഉപയോഗിച്ചിട്ട് വേണമെങ്കിൽ കൂടി ഇറക്കിവിടാൻ കഴിയും. പക്ഷേ ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ അങ്ങനെയല്ല. ഇത് മാത്രമല്ല, രാഷ്ട്രീയ പാശ്ചാത്തലമുള്ള രാഷ്ട്രീയ ബന്ധമുള്ള കാര്യങ്ങൾ ഇത് യു.പിയിലോ മധ്യപ്രദേശിലോ ഗുജറാത്തിലോ മാത്രമല്ല, ആസാമിലോ മാത്രമല്ല നടന്നിട്ടുള്ളത്. ഇപ്പോൾ നമുക്ക് നമ്മുടെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു നടിയായിട്ടുള്ള കങ്കണ റൗത്തിന്റെ വീട് ബോംബെയിൽ മഹാരാഷ്ട്രയിൽ ഗവൺമെന്റ് പൊളിച്ച കാര്യം നമ്മൾക്കറിയാം. പലപ്പോഴും സാമാന്യമായി പാലിക്കേണ്ട ഒരു നടപടിക്രമങ്ങളും പാലിക്കാതെ തലേ ദിവസം അല്ലെങ്കിൽ അന്ന് തന്നെ പോയിട്ട് ഇത് പൊളിക്കുന്ന ഒരവസ്ഥയാണ് ഇന്ന് നമ്മളുടെ അവസ്ഥ. ഇതിനെതിരെയാണ് കോടതി പറഞ്ഞത്. ഇപ്പോൾ നമ്മളെ ചർച്ചയിൽ പങ്കെടുത്ത പാനലിസ്റ്റുകൾ പറഞ്ഞ പോലെ തന്നെ 2 ആഴ്ചയ്ക്ക് ആണ് തൽക്കാലം സുപ്രീം കോടതിയുടെ പ്രത്യേക അധികാരമായ ആർട്ടിക്കിൾ 142 പ്രകാരം ഉപയോഗിച്ചുകൊണ്ട് രാജ്യത്ത് ഇതുപോലുള്ള പ്രവർത്തനങ്ങൾ മുഴുവനായും നിർത്തിവെക്കാനും കോടതി തീരുമാനിച്ചിട്ടുള്ളത്. ഈ സാഹചര്യത്തിൽ വളരെ നട്ടലുള്ള, വളരെ നിയമത്തിന്റെ കാര്യങ്ങൾ ബോധ്യമുള്ള ജഡ്ജിമാരാണ് ഇന്ന് ഈ കേസ് കേട്ടത് എന്നുള്ളതാണ്. പലപ്പോഴും ഒരു സംശയത്തിന്റെയും ബാക്കിയുള്ള നൂലാമാലകൾ നൽകിക്കൊണ്ട് കേസുകൾ മാറ്റിപ്പോകുന്നതിന്റെ ഒരു സ്ഥിതിയാണ് പലപ്പോഴും ഉണ്ടാവാറുള്ളത്. ഈ ബെഞ്ചിൽ തന്നെ നമ്മൾക്കെല്ലാം അറിയുന്ന പാലക്കാട് നിന്നുള്ള നമ്മുടെ ജസ്റ്റിസ് കെ വിശ്വനാഥൻ എന്ന ജഡ്ജും അതുപോലെ തന്നെ ബോംബെയിൽ നിന്നുള്ള ബി.ആർ. ഗവായി എന്ന ജഡ്ജും ഉൾപ്പെട്ടിട്ടുണ്ട്. ഈ ജഡ്ജിമാരുടെ ബെഞ്ച് ഇപ്പൊ അടുത്ത കാലത്തായി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറെ ജഡ്ജ്മെന്റ് പുറപ്പെടുവിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. നമുക്കറിയാം, ഇപ്പം മനീഷ് സിസോദിയയ്ക്ക് ബെയിൽ നൽകുന്ന കാര്യമാണെങ്കിലും അതുപോലെ കവിത എന്ന് പറഞ്ഞാൽ നമ്മുടെ ആന്ധ്രാപ്രദേശിലെ അവർക്ക് ജയിൽ നൽകുന്ന കാര്യമാണെങ്കിലും വളരെ പ്രധാനപ്പെട്ട ചില വിധികൾ പ്രഖ്യാപിച്ചിട്ടുള്ള ആളുകളാണ്. ഒരുപാട് ചർച്ചയ്ക്ക് ശേഷം സോളിസിറ്റർ ജനറൽ ശ്രീ തുഷാർ മെഹ്തയുടെ വ്യക്തമായിട്ടുള്ള ശക്തമായിട്ട് എതിർപ്പിനെ മറികടന്നുകൊണ്ടാണ് ഈ നിയമം, ഈ ഓർഡർ ഇന്ന് പുറപ്പെടുവിച്ചിട്ടുള്ളത്. നമ്മളുടെ സോളിസിറ്റർ ജനറലുടെ വാദം ഇതായിരുന്നു: നാട്ടിലാകമാനമുള്ള ഉദ്യോഗസ്ഥരുടെ കൈകൾ നമ്മൾക്ക് കൂട്ടിക്കെട്ടാൻ വേണ്ടി കഴിയില്ല എന്നുള്ളതായിരുന്നു. പക്ഷേ കോടതി പറഞ്ഞ അഭിപ്രായം ഇതാണ്: 2 ആഴ്ച കൊണ്ട് ആകാശം ഇടിഞ്ഞു വീഴുന്ന ഒരു പ്രശ്നങ്ങളും ഉണ്ടാകാൻ വേണ്ടി പോകുന്നില്ല. അതുവരെ ഇത് വിശദമായി പഠിക്കുന്നത് വരെ, ഒരു തീരുമാനം ഉണ്ടാകുന്നത് വരെ ഇതിൽ നിർത്തിവെക്കണമെന്ന് വളരെ ശക്തമായ ഒരു വിധിയാണ് ഇന്ന് കോടതി ഉണ്ടായിട്ടുള്ളത്. അത് ഈ കേസിലെ അന്തിമമായ തീരുമാനം എടുക്കുന്നത് വരെ തുടരും എന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. കാരണം ഈ കേസിൽ വളരെ അടിസ്ഥാനപരമായി തന്നെ വളരെ നല്ല രീതിയിലുള്ള ഒരു ഹിയറിംഗ് നടത്തേണ്ട കാര്യമുണ്ട്. 2022 നമ്മുടെ ജഹാംഗീർപുരിയിലെ തുടങ്ങി വെച്ച ആ ഡിമോളിഷൻ പ്രോസസ്സാണ് ഇതിന്റെ തുടക്കം. ജുമേ അൽ ഹിന്ദ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ജഡ്ജ്മെന്റിൽ ജുമേത്ത ഉലുമ ഹിന്ദ് എന്ന് പറഞ്ഞ കേസിലുള്ള വിധിയാണ് ആദ്യമായിട്ട് വന്നിട്ടുള്ളത്. അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഹർജികളും ഇതുമായിട്ട് ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട്. അതിലന്നുണ്ടായത് ചില പ്രത്യേക മതവിഭാഗങ്ങളിൽപ്പെട്ട ആളുകൾ കൂടി താമസിക്കുന്ന സ്ഥലത്ത് ചില വ്യത്യസ്തമായ മറ്റു വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ ചില ഘോഷയാത്രകളും ബാക്കിയുള്ളതും നടക്കുകയും അത് അവിടെ ഒരു സംഘർഷം ഉണ്ടാവുകയും അതിന്റെ നെക്സ്റ്റ് ഡേ മറ്റൊന്നും ഉണ്ടാകാതെ തന്നെ 617ഓളം വീടുകളാണ് അവിടെ പൊളിച്ചു മാറ്റിയിട്ടുള്ളത്. ഇന്ത്യയിൽ ആകമാനം തന്നെ 740,000 ആളുകളെയാണ് കഴിഞ്ഞ 2 വർഷത്തിനുള്ളിൽ വീടില്ലാത്തവരാക്കി മാറ്റിയിട്ടുള്ളത്. 1.5 ലക്ഷം വീടുകളാണ് ഇടിച്ച് നിർത്തിയിട്ടുള്ളത്. ഇതുപോലുള്ള കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഒരു തരത്തിലുള്ള നീതീകരിക്കാനാവാത്ത നടപടികളാണ് അതാത് ഗവൺമെന്റ് മാധ്യമങ്ങളിൽ കാണാത്ത ഏറ്റവും വലിയ ഡെമോളിഷൻ ഡ്രൈവ് നടക്കുന്നത് ഹിമന്ത ബിശ്വ ശർമ്മ മുഖ്യമന്ത്രിയായതിനു ശേഷം അസമിലാണ്. ഒരുപക്ഷെ യു.പിയിലോ രാജസ്ഥാനിലോ മധ്യപ്രദേശിലോ അല്ല
ഏറ്റവും കൂടുതൽ വീടുകൾ പൊളിക്കുന്നത്. ഒറ്റയാഴ്ച കൊണ്ട് 8,000 വീടൊക്കെ പൊളിച്ച വാർത്തകളുണ്ട് അസമിൽ നിന്ന്. അതിൽ ഏറ്റവും രസകരമായ കാര്യം, പ്രധാനമന്ത്രി ആവാസ് യോജന എന്നിപ്പോൾ പേരുള്ള പഴയ ഇന്ദിരാ ആവാസ് യോജന പ്രകാരം നിർമ്മിച്ച വീടുകൾ പോലും പൊളിച്ചിട്ടുണ്ട് അസമിൽ. അപ്പോൾ ലീഗാലിറ്റി പോലും അല്ല പ്രശ്നം എന്ന്, അതിൽ ഒരു ഒളിയും മറയും ആവശ്യമില്ല എന്നാണ് സർക്കാരുകൾ തീരുമാനിക്കുന്നത്. ഇത് കോടതി കാണില്ലേ? തീർച്ചയായും അതിൽ ഇപ്പോൾ ജഹാംഗീർപുരിയിലുണ്ടായിരുന്ന വീടുകളിലും പ്രധാനമന്ത്രി ആവാസ് യോജനയിൽപ്പെട്ട വീടുകൾ പൊളിക്കപ്പെട്ടിട്ടുണ്ട്. ഇതുപോലുള്ള നിരവധി സംഭവങ്ങളാണ് രാജ്യത്താകമാനം ഉണ്ടാകുന്നത്. ഇത് വളരെ ശക്തമായി ഇടപെടേണ്ട വിഷയമാണെന്നും ഇതിന് വ്യക്തമായ ഗൈഡ് ലൈൻസ് ഉണ്ടാക്കണമെന്നും കോടതി തീരുമാനിച്ചതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഇത്രയും ശക്തമായിട്ടുള്ള ഒരു ഓർഡർ പുറപ്പെടുവിച്ചിട്ടുള്ളത്. നമുക്കിത് ഏത് തരത്തിലുള്ള ഡിമോളിഷൻ ആണെങ്കിലും എവിക്ഷൻ പ്രോസസ് ആണെങ്കിലും ഒരു നാച്ചുറൽ ജസ്റ്റിസ് പ്രൊസീജിയർ അഡോപ്റ്റഡ് ബൈ ലോ, എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലോ, ഇത് രണ്ടും ഒരുമിച്ച് കണ്ടുകൊണ്ട് ഇത് ഫോളോ ചെയ്തുകൊണ്ടാകണം ഏത് തരത്തിലുള്ള ഡിമോളിഷനും എന്നാണ് കോടതി പറഞ്ഞിട്ടുള്ളത്. അതിന് തന്നെ ഈ ബെഞ്ച് വ്യക്തമായിട്ടുള്ള ഈ രാജ്യത്തിന് ആകമാനം മാതൃകയാവുന്ന വ്യക്തമായ ഗൈഡ് ലൈൻസ് ഈ കേസിൽ പുറപ്പെടുവിക്കുന്നതാണ് ഞാൻ ശക്തമായി വിശ്വസിക്കുന്നത്. ഇതൊരു പുതിയ തുടക്കമായി മാറുമെന്നും, നമ്മളുടെ ഒരു സോഷ്യലിസ്റ്റ് രാജ്യമാണ്, ഇവിടെ എല്ലാവർക്കും താമസിക്കാൻ ആവശ്യമായിട്ടുള്ള, അവർക്ക് ആവശ്യമായിട്ടുള്ള ജീവിക്കാൻ ഒരു സ്ഥലം നൽകേണ്ടത് ഗവൺമെന്റ് ഉത്തരവാദിത്തത്തിൽപ്പെട്ട ഒരു കാര്യമായി പരിഗണിക്കുന്ന ആളാണ് ഞാൻ. ഈ സാഹചര്യത്തിൽ ഇവർ ജീവിക്കാൻ ഒരു നിവൃത്തിയില്ലാതെ എവിടെയെങ്കിലും ഒരു, നമ്മളുടെ ഇവിടെ ജുഗ്ഗി ജുബ്ലി എന്ന് പറയും, ഒരു വളരെ കെട്ടിമറിക്കപ്പെട്ട ഏതെങ്കിലും ഓലപ്പുര നമ്മുടെ നാട്ടിലെ പോലെ എന്തെങ്കിലും ഉണ്ടാക്കി താമസിക്കുന്ന ആളുകളെ അതിൽ നിന്നും ഒഴിവാക്കിക്കൊണ്ട് മറ്റൊരു സംവിധാനവും ഉണ്ടാകാതെ വേറെ ഒന്നും കൊടുക്കാതെ, പലപ്പോഴും രാഷ്ട്രീയമാണ്. കാരണം ഇവിടെ ഭരിക്കുന്ന പാർട്ടിയുടെ ചിഹ്നങ്ങളിലൊന്ന് ബുൾഡോസറാക്കി മാറ്റിയിരുന്നു. അവരുടെ ഇലക്ഷൻ പ്രചരണങ്ങളിലേക്ക് അത് ഉപയോഗിച്ചിരുന്നു. അപ്പോൾ ഇതുപോലുള്ള പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ ആളുകളെ കൂടുതൽ അവരുടെ പാർട്ടി പൊളിറ്റിക്സിലേക്ക് അടുപ്പിക്കാമെന്നുള്ളതും അതുകൂടി പരിഗണിച്ചുകൊണ്ട് ഒരു പ്രത്യേക മതവിഭാഗത്തിൽപ്പെട്ട ആളുകൾ കൂടി താമസ സ്ഥലത്ത് മാത്രം ഇതുപോലുള്ള ശക്തമായ ഡ്രൈവ്, ഒരു തരത്തിലുള്ള കൺട്രോളും ഇല്ലാതെ നടക്കുന്ന ഈ അവസ്ഥയെല്ലാം വ്യക്തമായി താമസിക്കുന്ന വീടുകൾ തകർക്കുക എന്നുള്ളത് മനുഷ്യന് ജീവിക്കാനുള്ള അവകാശം, ഭരണഘടന നൽകുന്ന ജീവിക്കാനുള്ള അവകാശത്തിനെതിരാണ് എന്നൊരു നിരീക്ഷണവും ഇന്ന് കോടതിയിൽ നിന്ന് ഉണ്ടായിരിക്കെ. ശ്രീ ഡോക്ടർ എസ് സമ്പത്ത്, ഇപ്പോൾ ഈ കോടതിക്ക് മുമ്പിലുള്ള കാര്യങ്ങളൊക്കെ ഈ ജഹാംഗീർപുരിയിലെ ഡെമോളിഷനുമായിട്ട് ബന്ധപ്പെട്ട ചില പെറ്റീഷൻസ് ആണ്, അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിലുള്ള. പക്ഷെ അസമിലെ സവിശേഷമായി പരിഗണിക്കേണ്ട ഒന്നാണെന്ന് തോന്നുന്നു. അതിപ്പോൾ തുടങ്ങിയതല്ല, ഹിമന്ത ബിശ്വ ശർമ്മ അധികാരമേറ്റ് 2014-15 കാലത്ത് തൊട്ട് തുടങ്ങിയതാണ്. അവിടെ നടക്കുന്നത് കൃത്യമായൊരു വംശഹത്യ എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള എവിക്ഷൻസ് ആണ്. മനുഷ്യരെ കെട്ടിമറച്ച വീടുകളിൽ ജീവിക്കുന്നവരെ ആട്ടി ഓടിക്കുന്ന, അത് തട്ടി നിരപ്പാക്കുന്ന ഒരു രീതിയാണ്. ഇനി അതിനെതിരെ പ്രൊട്ടസ്റ്റ് ചെയ്യാൻ വന്നാൽ വെടിവെച്ച് കൊല്ലുന്നു, അത് നമ്മൾ കണ്ടതാണ്. വെടിവെച്ച് വീണ ആളുടെ മുകളിൽ ഒരാൾ നെഞ്ചത്ത് കയറി ഡാൻസ് ചെയ്യുന്ന ദൃശ്യങ്ങളും നമ്മൾ കണ്ടതാണ്. അസമിലെ പ്രശ്നം വളരെ സവിശേഷമായി തന്നെ സുപ്രീം കോടതിയിൽ എത്തേണ്ടതുണ്ടെന്ന് തോന്നുന്നില്ലേ? അജിംസെ, ഈ ഭൂമിയിലെ ഏറ്റവും വിലപ്പെട്ടത് മനുഷ്യൻ്റെ ജീവനാണ്. ഒരു മനുഷ്യൻ്റെ ജീവൻ രക്ഷിക്കുന്നതിന് എന്തു മാർഗവും അവലംബിക്കുക എന്നുള്ളത് അത് ധർമ്മമാണ്. ധർമ്മം എന്നുള്ളതിൽ പല ആളുകളും അതിന് നൽകുന്നതായ അതിൻ്റെ വ്യാകരണവും അതിൻ്റേതായിട്ടുള്ള മറ്റ് പ്രയോഗങ്ങളും എന്തുമായിക്കോട്ടെ, ഒരു മനുഷ്യൻ്റെ പ്രൈമറി ഡ്യൂട്ടി മറ്റൊരു മനുഷ്യൻ അത്തരത്തിൽ ആ മനുഷ്യൻ്റെ ജീവന് ഭീഷണി ഉണ്ടെങ്കിൽ രക്ഷിക്കുക എന്നുള്ളതാണ്. മനുഷ്യൻ്റെ ജീവൻ കഴിഞ്ഞ് മാത്രമേ മനുഷ്യൻ്റെ മാനവും മറ്റു കാര്യങ്ങളിലേക്കും വരുന്നുള്ളൂ. ഇവിടെ ഏതു മനുഷ്യനെ സംബന്ധിച്ചും ആ മനുഷ്യരുടെ കുടുംബം എന്നുള്ളതും ആ കുടുംബത്തിന് അടച്ചുറപ്പുള്ളൊരു ഭവനം, ചവിട്ടി നിൽക്കാനുള്ളൊരു മണ്ണ് എന്നുള്ളത് അവരെ സംബന്ധിച്ചത് സ്വപ്നമല്ല, അത് അവരുടെ ജീവൻ്റെ കൂടി ഭാഗമാണ്. ലൈഫ് എന്നുള്ളതിന് ഇന്ത്യയുടെ ഭരണഘടനയുടെ 3-ാം ഭാഗത്തിലെ അനുച്ഛേദം 21-ൽ നൽകപ്പെട്ടിട്ടുള്ള ആ വ്യാഖ്യാനങ്ങൾ എത്രമാത്രം വിപുലപ്പെടുത്തി ഇന്ത്യയുടെ സുപ്രീം കോടതി ഈ ഭരണഘടന നിലവിൽ വന്നതിന് ശേഷം എന്ന കാര്യം നാം മറന്നു പോകരുത്. അങ്ങനെയാണ് എങ്കിൽ ഇവിടെ നേരത്തെ ചൂണ്ടിക്കാട്ടപ്പെട്ട ഒരു കാര്യമുണ്ട്. സുപ്രീം കോടതി ഇത്തരം വിഷയങ്ങളിൽ വളരെ അടിയന്തരമായ പ്രാധാന്യത്തോടുകൂടി ഈ വിഷയത്തെ കാണേണ്ടതായിരുന്നില്ലേ? ഒരു അഭിഭാഷകൻ എന്നുള്ള നിലയിൽ തന്നെ ഞാൻ തുറന്ന് സമ്മതിക്കും, ഇക്കാര്യത്തിൽ സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നും ഇക്കാര്യത്തിൽ ആ വേണ്ടത്ര പ്രാധാന്യം ഉണ്ടായിട്ടുണ്ടോ എന്ന കാര്യം സംശയകരമാണ്. ഇത് ഞാൻ പറയുന്നത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ, അജിംസ, ഇപ്പോൾ നമ്മുടെ ഈ ഒരു ചർച്ചയിൽ
ഞാൻ എൻ്റേതായ അഭിപ്രായം, ഞാൻ അഭിഭാഷകൻ എന്നുള്ള നിലയിലും CPM പ്രതിനിധീകരിച്ച് ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ ഞാനൊരു ഈ കാര്യത്തിലൊരു ഡാറ്റ നമ്മുടെ മുമ്പിലുള്ളത് നമ്മുടെ പ്രേക്ഷകർ കൂടി വീട്ടിലിരിക്കുന്നവർ അറിയാൻ വേണ്ടിയിട്ടൊന്ന് പറയുകയാണ്. 2017 ആണ്ട് മുതൽ 2021 ആണ്ട് വരെ 23 വരെ 6 കൊല്ലക്കാലം, 2017 മുതൽ 2023 വരെയുള്ള 6 കൊല്ലക്കാലത്തിനിടയിൽ ഇന്ത്യയിൽ അത്തരത്തിൽ ഞാനീ പറയുന്നതിൽ വലിയ ഏതെങ്കിലും ഉപജീവനാർത്ഥമുള്ള അവരുടേതായിട്ടുള്ള കടകളുണ്ടാവാം, അത്തരത്തിലുള്ള ഏതെങ്കിലും തട്ടുകടകളുണ്ടാകാം, മറ്റ് കെട്ടിടങ്ങളുണ്ടാകാം, അനധികൃത നിർമ്മാണം ഉണ്ടാകാം, അതൊന്നുമല്ല ഞാൻ പറയുന്നത്. 1,53,820 വീടുകൾ, ഭവനങ്ങൾ ഇടിച്ചു നിരത്തപ്പെടുകയും 7,38,438 ആളുകൾ എന്നേക്കുമായി ഭവനരഹിതരാവുകയും ചെയ്തു. നമ്മൾ ഈ ചർച്ച നടത്തുന്നത് വരെയുള്ള ദിവസത്തിൻ്റെ ഏറ്റവും ഒടുവിൽ സുപ്രീം കോടതിയിൽ കേസ് വരുന്നതിന് മുമ്പ് വരെയാണ് എങ്കിൽ ഏതാണ്ട് 10,68,000-ലധികം ആളുകളെ വീടോ സർക്കാർ വെച്ചു കൊടുക്കുന്നില്ല, അതിന് നൽകുന്നതായിട്ടുള്ള പണം കൊണ്ടൊരു വീട് പൂർത്തിയാക്കാൻ കഴിയില്ല എന്നുള്ളത് അവരുടേതായ പരാതിയും പരിദേവനങ്ങളും അങ്ങനെയുണ്ട് എന്നുള്ളത്. എങ്ങനെങ്കിലും അവരൊരു വീടുണ്ടാക്കി ആ വീട്ടിൽ അത്തരത്തിൽ ജീവിക്കുമ്പോൾ അവർക്ക് സംഭവിക്കുന്നതായിട്ടുള്ള കാര്യത്തിൽ ഇപ്പോൾ ഈ അടുത്തിടെ പുറത്തിറങ്ങിയതായിട്ടുള്ള ചില ഈ പ്രസിദ്ധീകരണങ്ങൾ, ഒന്ന് ഇന്ത്യ ടുഡേ, ആ ഇന്ത്യ ടുഡേ ഏറ്റവും ഒടുവിൽ അവർ ചോദിച്ചുള്ളൂ ഹൂസ് ഹോംസ് ആർ ഡിസ്ട്രോയിഡ്, ഹൗ ബുൾഡോസർ രാജ് അഫക്ട്സ് ദ മാർജിനലൈസ്ഡ് പീപ്പിൾ എന്നുള്ളത് അവർ ചോദിക്കുകയാണ്. ഫ്രണ്ട് ലൈൻ അവർ ചോദിക്കുകയാണ് ഈ പറഞ്ഞിട്ടുള്ള നമ്മൾ ഈ ചർച്ച ചെയ്യുന്ന വിഷയത്തെ സംബന്ധിച്ച് ദേശീയ മാധ്യമങ്ങളിൽ വന്നിട്ടുള്ള കാര്യങ്ങൾ. ഇതുകൊണ്ട് മാത്രം ഈ കാര്യം ഇവിടെ തീരുന്നില്ല. ഞാനൊരു കാര്യം, നമ്മൾ ഈ റാറ്റ് ഹോൾ മൈനേഴ്സിനെ കേട്ടിട്ടുണ്ടല്ലോ ജെയിംസ്, റാറ്റ് ഹോൾ മൈനേഴ്സ് അല്ലേ? ആ റാറ്റ് ഹോൾ മൈനേഴ്സ് അവർ നടത്തിയിട്ടുള്ള സ്തുത്യർഹമായ പ്രവർത്തനം, വാസ്തവത്തിൽ അങ്ങനെ മനുഷ്യൻ്റെ ജീവൻ രക്ഷിക്കാൻ പോലും ഇങ്ങനെ ഈ എലിയെപ്പോലെ മാളങ്ങൾ ഉണ്ടാക്കി ആ മാളത്തിനകത്തേക്ക് മനുഷ്യനെ കുത്തിക്കയറ്റരുത് എന്ന്, അത് ചെയ്യാൻ പാടില്ല എന്ന് സുപ്രീം കോടതി പറഞ്ഞിട്ട് പോലും നമുക്ക് അങ്ങനെ ചെയ്യേണ്ടതായിട്ട് വന്നു. അങ്ങനെ സംഭവിച്ചിട്ടുള്ളപ്പോഴേ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ സിൽക്യാര ഹീറോ എന്ന, സിൽക്യാര വീരപുരുഷൻ എന്ന് നാം രാഷ്ട്രം അങ്ങനെ ഈ വലിയ അത്തരത്തിൽ ഈ പ്രകീർത്തിച്ചതായിട്ടുള്ള ഒരു മനുഷ്യനുണ്ടല്ലോ, വക്കീൽ ഹുസൈൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്, വക്കീൽ ഹുസൈൻ. ആ മനുഷ്യൻ്റെ വീട് എന്നുള്ളത് ഡൽഹിയിലാണ്. ഡൽഹിയിൽ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിലുള്ള ഡൽഹി ഡെവലപ്മെൻറ്റ് അതോറിറ്റി അദ്ദേഹത്തിൻ്റെ വീടടക്കം ഇടിച്ചു നിരത്തി. ആ ഇടിച്ചു നിരത്തപ്പെട്ടത് 2024 മാർച്ച് 3 സംഭവിച്ചതാണ്. മെയ് മാസം 1 ആയിട്ടും ആ മനുഷ്യൻ്റെ വീട്ടിലെ പെൺകുട്ടിക്കും അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്കും അടക്കം അവർക്ക് ഒന്ന് ഈ ഒരു മറയ്ക്കുള്ളിൽ നിന്നുകൊണ്ടൊരു തുണി മാറാൻ പോലും കഴിയാത്ത സ്ഥിതിയിലൊക്കെ ആവുമ്പോൾ നമ്മുടെ ചില ചങ്ങാതിമാർ പറയുകയാണ് ഇത്തരം കാര്യങ്ങളിൽ ശരിയോ തെറ്റോ എന്നുള്ളതെല്ലാം പിന്നീട് അങ്ങ് കോടതിയിൽ ചെന്നിട്ട് അവിടെയെല്ലാം തീരുമാനിക്കട്ടെ, ആദ്യം ഈ അറ്റ് ഗൺ പോയിന്റ് ഈ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത്. മഹാത്മാഗാന്ധിയെ വെടിവെച്ച് കൊന്നത് ശരി എന്ന് ന്യായീകരിക്കുന്നതിൻ്റെ മറ്റൊരു പതിപ്പാണ് ഇവിടെ പറഞ്ഞത്. അത് ഗാന്ധിജിയെ വെടിവെച്ച് കൊന്നത് ശരിയോ തെറ്റോ എന്ന് സുപ്രീം കോടതി പിന്നെ തീരുമാനിക്കട്ടെ, അക്കാര്യത്തിൽ കോടതിയുടേതായിട്ടുള്ള വിചാരണ എല്ലാം നടന്നു വരട്ടെ. വെടിവെച്ച് കൊന്നത് ശരി. മുമ്പൊരു ചർച്ചയിൽ ഒരു ചങ്ങാതി പറഞ്ഞുവല്ലോ, മഹാത്മാഗാന്ധിക്ക് നേർക്കുന്നുണ്ട് തോക്ക് എന്നുള്ളത് ജവഹർലാൽ നെഹ്റുവിന് നേർക്കുന്നുണ്ട്, അങ്ങനെ കൂടി നീളേണ്ടതായിരുന്നു എന്നുള്ളത്. ഇപ്പോൾ ഇവിടെ നമ്മുടെ നാട്ടിലൊരു ബുൾഡോസർ മൂവ്മെൻറ്റ് എന്നുള്ള നിലയിലേക്ക് വന്നിട്ടുണ്ട്. ആ ബുൾഡോസർ മൂവ്മെൻറ്റ് എങ്ങനെയെന്നറിയോ? ആ ബുൾഡോസർ മൂവ്മെൻറ്റ്, ഈ ബുൾഡോസറിനെ മഹത്വവൽക്കരിക്കുക എന്നുള്ളത് സ്വന്തം മനസ്സിൽ നിന്ന് അത്തരത്തിൽ ഈ പറയുന്നതായിട്ടുള്ള വെറുപ്പിൻ്റെതായ ചിന്തയും വെറുപ്പിൻ്റെ രാഷ്ട്രീയവും വെറുപ്പിൻ്റെ വാക്കുകളും അത് വെറുപ്പിൻ്റെ പ്രവർത്തികളായി വരുമ്പോൾ തൻ്റെ കരങ്ങൾ കൊണ്ടും തൻ്റെ സാന്നിധ്യം കൊണ്ടും മാത്രം കഴിയാത്തത് ഇത്തരത്തിലുള്ള ഭീമാരകാരമായ യന്ത്രങ്ങളെ ഉപയോഗിക്കുക എന്നുള്ളതാണ്. ഇത് ബുൾഡോസിംഗ് ദ റൂൾ ഓഫ് ലോ, ബുൾഡോസിംഗ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ, അതാണ് സംഭവിക്കുക. ശരി, ശ്രീ രാജു പി നായർ, ഇതിനൊരു മുൻമാതൃക നോക്കിക്കഴിഞ്ഞാൽ, ഇങ്ങനെ പെരുമാറുന്ന ഭരണകൂടങ്ങളുടെ ഒരു മുൻമാതൃക നോക്കിക്കഴിഞ്ഞാൽ അതുള്ളത് ഇസ്രായേലിലാണ്. ഇപ്പോൾ ഇസ്രായേൽ ഫലസ്തീൻ കോൺഫ്ലിക്റ്റിൽ ഈ ഗസയിലെ 80% താമസിക്കുന്ന കെട്ടിടങ്ങളും തകർത്ത് കഴിഞ്ഞു എന്നാണ് പറയുന്നത്. അതായത് അവരുടെ താമസ കെട്ടിടങ്ങളെ തകർക്കുക, വീടുകൾ തകർക്കുക എന്നുള്ളത് ഒരു യുദ്ധതന്ത്രമായി തന്നെ ഇസ്രായേൽ സ്വീകരിക്കുകയാണ് ഫലസ്തീനിൽ. അതേക്കുറിച്ച് നിരവധി പഠനങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. അത് തങ്ങൾക്ക് ഇഷ്ടമില്ലാത്തവർക്ക് താമസിക്കാൻ വീട് വേണ്ട എന്നൊരു ഭരണകൂടം തീരുമാനിക്കുന്നതിൻ്റെ മനുഷ്യത്വ വിരുദ്ധത പോട്ടെ, അത് ചോദ്യം ചെയ്യപ്പെടേണ്ട ഒരു രാഷ്ട്രീയ പ്രശ്നമല്ലേ? അല്ല, അത് തന്നെയാണല്ലോ അങ്ങ് ഇസ്രായേലിന്റെ ഉദാഹരിച്ചുകൊണ്ട് പറയാം. രണ്ടിന്റെയും രാഷ്ട്രീയം എന്താണ്? അടിസ്ഥാനമായ രണ്ടിന്റെയും ആശയം തീവ്രവാദമാണ്. ഇപ്പോൾ ഇസ്രായേലിന്റെ മനോഭാവം നോക്കിയാലും ഇന്ത്യയിലെ ഇന്നത്തെ ഭരണകൂടത്തിന്റെ മനോഭാവം നോക്കിയാലും അതൊരു പിന്തുണ കൊടുക്കുന്ന സംഘപരിവാറിന്റെ മനോഭാവം നോക്കിയാലും തീവ്ര വലത് രാഷ്ട്രീയമാണ്. ആ തീവ്ര വലത് രാഷ്ട്രീയം സർവാധിപത്യത്തിന്റെയാണ്. അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. മനസ്സിലായില്ലേ? പിന്നെ ഇവിടെ ഹൈദരാബാദിലെ നടന്ന എൻകൗണ്ടറിനെ സംബന്ധിച്ച് സൂചിപ്പിക്കേണ്ടായി. അതിനെ ആരും അനുകൂലിക്കുന്നില്ല. ശ്രീ ഷാവു പ്രസാദ്, നിങ്ങൾ അവിടെ നിന്നാണ് ആരൊക്കെയോ അതിനെ അനുകൂലിക്കുന്നുള്ള തോന്നലിലേക്ക് എത്തിയത്. മനസ്സിൽ നീതിബോധമുള്ള
ഒരു മനുഷ്യനും അംഗീകരിക്കില്ല. എക്സ്ട്രാ ജുഡീഷ്യൽ കില്ലിംഗ് അനുകരിക്കില്ല. അത് ഒരു ഭരണകൂടം അവരുടെ ആശയങ്ങൾ അല്ലെങ്കിൽ അവരുടെ തീരുമാനങ്ങൾ അടിച്ചേൽപ്പിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്. അങ്ങ് പറയുന്നു നിയമത്തിന്റെ പഴുത് ഉപയോഗിച്ചാണ് ചെയ്യേണ്ടത്. നിയമത്തിന്റെ പഴുത് ഉപയോഗിച്ച് ചെയ്യേണ്ടത് മനുഷ്യരുടെ വീടുകൾ ഇല്ലാതെയാക്കുകയല്ല. നിയമത്തിന്റെ പഴുതുകൾ ഉപയോഗിച്ചുകൊണ്ട് മനുഷ്യന്റെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താൻ അല്ലെങ്കിൽ അവനൊരു വീട് വെച്ചു കൊടുക്കാൻ സർക്കാരുകൾ പ്രവർത്തിക്കും. നിയമത്തിന്റെ പഴുത് ഉപയോഗിച്ചുകൊണ്ട് ജനങ്ങളുടെ ജീവിതം തകർക്കുന്ന രാഷ്ട്രീയം അത് സംഘപരിവാറിന്റെ മാത്രം രാഷ്ട്രീയമാണ്. മനുഷ്യത്വമില്ലായ്മയുടെ രാഷ്ട്രീയമാണ്. മനുഷ്യത്വമുള്ള അല്ലെങ്കിൽ ഹ്യൂമാനിറ്റിയുടെ ഭാഗത്ത് നിൽക്കുന്ന ഒരാൾക്കും ചിന്തിക്കാൻ കഴിയാത്ത രാഷ്ട്രീയത്തെ കുറിച്ചാണ് അങ്ങൊരു മാധ്യമത്തിൽ ഇരുന്ന് പറയുന്നുള്ള സ്വയം ബോധ്യമെങ്കിലും അങ്ങേക്ക് വേണം. സർക്കാരിന്റെ ചുമതല എന്താ? സർക്കാരിന്റെ ചുമതല നീതി നടപ്പാക്കുക എന്നുള്ളതാണ്. അതിന് നീതി നടപ്പാക്കണമെങ്കിൽ നീതിന്യായയുടെ വ്യവസ്ഥയുടെ മുന്നിൽ ഒരു കുറ്റവാളിയെ എത്തിക്കുക, അവിടെ പ്രോസിക്യൂഷൻ ആ കുറ്റം തെളിയിക്കാനുള്ള കാര്യം ചെയ്യുക, അവന് ശിക്ഷ മേടിച്ചു കൊടുക്കുക. അതിനു മുമ്പ് ശിക്ഷ നടപ്പാക്കാൻ സർക്കാരിന് എന്തധികാരം സർക്കാരിന്? അവിടെ നീതിന്യായ വ്യവസ്ഥയുടെ ഈ ജുഡീഷ്യറിയിലുള്ള അല്ലെങ്കിൽ ഇന്ത്യയുടെ ഭരണഘടന അനുശാസിക്കുന്ന മുഴുവൻ തത്വങ്ങളെയും അട്ടിമറിക്കുകയാണ്. അതാണ് ഞാൻ ചോദിപ്പിക്കുന്നത്. ഈ ഭയം ജനിപ്പിക്കുന്നതിലൂടെ, മോബോക്രസിയിലൂടെ നിങ്ങൾ പറഞ്ഞു വരുന്നത് അതാണ്. ഏതെങ്കിലും തെറ്റ് ചെയ്തവൻ എന്ന് കണ്ടാൽ, റേപ്പ് ആയിക്കോട്ടെ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആയിക്കോട്ടെ, ഏത് തെറ്റ് ചെയ്തവൻ എന്ന് കണ്ടാലും അവനെ അപ്പം തന്നെ തല്ലിക്കൊല്ലാം. നിങ്ങൾ പറയുന്നത് നീതി നടപ്പായതാണ്. അത് നീതി നടപ്പാവുകയല്ല അത് ചെയ്യുന്നത്. അത് പരിഷ്കൃത സമൂഹത്തിൽ ജീവിച്ചെങ്കിൽ മാത്രമേ അത് നീതി നടപ്പാവുകയല്ല, നീതി നിഷേധമാണ് എന്ന് തിരിച്ചറിയാൻ നിങ്ങൾക്ക് കഴിയുള്ളൂ. അതില്ലാതെ പോകുന്നത് സംഘപരിവാറിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ പ്രശ്നമാണ്. അതിൽ നിന്നാണ് ഞങ്ങൾക്കെതിരായിട്ട് നിൽക്കുന്നവരെയെല്ലാം തല്ലണം, കൊല്ലണം, അതിനിപ്പോ ദളിതൻ പശുവിന്റെ തൊലി വിരിച്ചാലും അവനെയും തല്ലണം, അവനെയും കൊല്ലണം എന്നുള്ള ചിന്ത വരുന്നത് അടിസ്ഥാനപരമായി നിങ്ങളുടെ മനസ്സിനകത്ത് നീതിബോധമില്ലാതെ വരുന്നതാണ്. ആ നീതിബോധമില്ലാത്ത ഒരു സർക്കാരും ഒരു ഭരണകൂടവും കഴിഞ്ഞ 10 വർഷം ഈ രാജ്യത്ത് ഉണ്ടാക്കി വെച്ചിട്ടുള്ള വലിയ രീതിയിൽ ഉള്ള നീതി നിഷേധമാണ് ഇന്ന് ഈ രാജ്യത്തിന്റെ പ്രശ്നം. അത് എവിടെ നോക്കിയാലും കാണാം. നിങ്ങൾ ഈ പറയുന്ന മാത്രമല്ല, സാധാരണ ഗവൺമെന്റിന്റെ തീരുമാനങ്ങൾ ഉൾപ്പെടെ അറിയാൻ പറ്റും. അതുകൊണ്ട് അടിസ്ഥാനപരമായ പ്രശ്നം ഇവിടെ എന്താ? ഇവിടെ കൃത്യമായിട്ട് ഇവിടെ നേരത്തെ സൂചിപ്പിച്ചല്ലോ, മനുഷ്യരുടെ വീടുകൾ അല്ലെങ്കിൽ മനുഷ്യരെ ഒരു എൻക്രോച്ച്ഡ് പ്രോപ്പർട്ടി ആണെങ്കിൽ പോലും അത് പൊളിക്കുന്നതിന് നിയമപരമായ വ്യവസ്ഥയുണ്ട്. ഇവർക്ക് ഏത് ഭരണകൂടത്തെ, ഏത് ട്രൈബ്യൂണലിന്റെ, ഏത് കോടതിയുടെ വിധിയുടെ അടിസ്ഥാനത്തിലാണ് ബുൾഡോസർ എന്ന് പൊളിക്കുന്നത്? ഇവരുടെ ഇഷ്ടാനുസരണം ഇവർക്ക് നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന വികസന പദ്ധതികളുടെ പേരിൽ എല്ലാം പാവപ്പെട്ട മനുഷ്യരെ അവരെ വീട്ടിൽ നിന്ന് പുറത്തിറക്കി വിട്ട് അത് രാത്രിക്ക് രാത്രി പൊളിച്ചു കളയുക എന്ന് പറയുന്നത് ഈ അടിയന്തര കാലഘട്ടത്തെ കുറിച്ച്, അടിയന്തരാവസ്ഥ കാലഘട്ടത്തിൽ അത്തരത്തിലുണ്ടായ വിഷയങ്ങൾ തെറ്റായിപ്പോയി എന്ന് ബോധ്യപ്പെട്ടുകൊണ്ടാണല്ലോ അടിയന്തരാവസ്ഥ പിൻവലിച്ച് ഒരു ഏറ്റവും ഫെയർ ആയിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പിന് രാജ്യത്തിലേക്ക് ഇന്ദിരാഗാന്ധി പോയത് ഇല്ലേ? അപ്പൊ നിങ്ങൾ ചരിത്രത്തിൽ എന്തെങ്കിലും തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ തെറ്റെടുത്തുകൊണ്ട് നിങ്ങൾ ഇന്ന് നിങ്ങളുടെ അജണ്ടയെ നടപ്പാക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ അത് തീർച്ചയായും നിങ്ങളുടെ ചിന്തകളിൽ നിങ്ങളുടെ രാഷ്ട്രീയത്തിലുള്ള വൈകല്യമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. മനസ്സിലായില്ലേ? ഞങ്ങളെ കുറിച്ചാണ് നിങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ അതിന്റെ മാതൃക അത് തെറ്റായി പോയി എന്ന് ബോധ്യപ്പെട്ടപ്പോൾ അത് പിൻവലിച്ചു എന്നുള്ളതാണ്. ആ പിൻവലിക്കുന്ന സമയത്ത് അടിയന്തരാവസ്ഥയെ പിന്തുണച്ച ആൾക്കാരുടെ പിൻഗാമിയാണ് ഷാവു പ്രസാദ്, മറക്കരുത്. നമ്മുടെ ഇദ്ദേഹം RSSന്റെ സംഘചാലകം ഉൾപ്പെടെ അടിയന്തരാവസ്ഥയ്ക്ക് പിന്തുണ കൊടുത്തിരുന്നവരാണ്. മനസ്സിലായില്ലേ? ഞങ്ങൾക്കെതിരെയുള്ള നിരോധനം പിൻവലിക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച ഇന്ദിരാഗാന്ധിയുടെ ചെങ്കോട്ടയിലെ പ്രസംഗത്തെ പ്രകീർത്തിച്ചുകൊണ്ട് 3 കത്ത് എഴുതിയ ആളാണ് ഈ പറയുന്ന RSSന്റെ അന്നത്തെ സർസംഘചാലക്. അപ്പോ നിങ്ങളുടെ തെറ്റിനെ ന്യായീകരിക്കാൻ വേണ്ടി ചരിത്രത്തിൽ എന്തെങ്കിലും നടന്നിട്ടുള്ള തെറ്റിനെ അത് ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുന്നത് സത്യത്തിൽ നിങ്ങളുടെ മുൻ നിലപാടുകളെ പോലും നിങ്ങൾ തള്ളിപ്പറയുന്നതും അതിൽ വലിയ വൈരുദ്ധ്യവുമുള്ളതാണ്. അതുവഴി നിങ്ങൾ സമ്മതിക്കുകയാണ് ഞങ്ങൾ ചെയ്യുന്നത് നീതി വ്യവസ്ഥയുടെ ലംഘനമാണ്, പക്ഷെ ഞങ്ങളത് ചെയ്യും എന്ന് നിങ്ങൾ പറയുകയാണ്. അതിന്റെ അടിസ്ഥാനപരമായ പ്രശ്നം രാജ്യത്ത് ഭയമുണ്ടാക്കുക എന്നുള്ളതാണ്. ആ രാജ്യത്ത് ഭയമുണ്ടാക്കിക്കൊണ്ട് ജനങ്ങളെ ഈ ജനാധിപത്യത്തിനെതിരായിട്ട് അണിനിരത്തുക, ഇന്ത്യയുടെ ഭരണഘടനയ്ക്കെതിരായി ജനങ്ങളെ അണിനിരത്തുക എന്നുള്ള ലക്ഷ്യമാണ് ഇതിനകത്തുള്ളത്. അതാണ് എതിർക്കപ്പെടേണ്ടത്. അത് കേവലം ഈ പറയുന്ന ബുൾഡോസർ രാജ് മാത്രമല്ല, RSSന്റെ അടിസ്ഥാനപരമായിട്ടുള്ള രാഷ്ട്രീയത്തെ എതിർക്കുന്നത് ഇതിനോടൊപ്പം തന്നെയാണ്.
അത് ആ രാഷ്ട്രീയത്തെ എതിർത്തെങ്കിൽ മാത്രമേ ഈ രാജ്യത്ത് ഇന്ന് നടക്കുന്ന ശരി ശരി നീതി ശരി നിഷേധങ്ങളെ രാജു പി നായർ ശ്രീ ഇല്ലാതെയാക്കാൻ ഷാബു പ്രസാദ് ഈ കഴിയൂ. അതിലേറ്റവും യോഗിയിൽ നിന്ന് പ്രധാനപ്പെട്ടത് ഇന്ത്യ തന്നെയാണ് മുന്നണി ഇത്. നേതാക്കൾ അതിനകത്ത് പഠിക്കേണ്ട സംശയമില്ല. ട്യൂഷൻ എന്താണ് ഇനി ബുൾഡോസർ രാജിൽ? അതായത് നമുക്ക് ഈ ഡ്യൂ പ്രോസസ് ഒന്നും വേണ്ട, പോലീസ് വേണ്ട, കോടതി വേണ്ട, ഒന്നും വേണ്ട. ഒരാൾ കുറ്റം തോന്നിയും ചെയ്തു കഴിഞ്ഞാൽ അങ്ങ് ശിക്ഷിച്ചു കളഞ്ഞേക്കുക. ഇതൊക്കെയാണോ നിങ്ങൾ സ്വപ്നം കാണുന്ന ഒരു രാജ്യം? അല്ലെ ഒരു നിമിഷം ഷാബു പ്രസാദ്. അല്ല, ഇന്ത്യ മുന്നണി പഠിക്കുന്ന ഷാബു പ്രസാദ്. ഒരിക്കലും Please, യോഗി ഷാബു ആദിത്യനാഥിനെ പോലെ ഒരു മുഖ്യമന്ത്രി ആവരുത്. ഷാബു പ്രസാദ് അദ്ദേഹം നിർത്തിയ അല്ല, എന്തായാലും രാജു പി നായർ ഇവിടെ ഒരു കാര്യം പറഞ്ഞു. അടിയന്തരാവസ്ഥ തെറ്റാണെന്ന് തോന്നിയത് കൊണ്ടാണ് ഇന്ദിരാഗാന്ധി അത് പിൻവലിച്ചതെന്ന്. എന്തായാലും കോൺഗ്രസിൻ്റെ ഇന്ന് വരെയുള്ളൊരു ചരിത്രത്തിൽ അടിയന്തരാവസ്ഥ തെറ്റായിപ്പോയി, അടിയന്തരാവസ്ഥയിൽ വലിയ വലിയ അതിക്രമങ്ങൾ നടന്നു എന്ന് കോൺഗ്രസ് ഒരിടത്തും ഇതുവരെ ഒരിടത്തും പറഞ്ഞിട്ടില്ല, ഒരിടത്തും അത് രേഖപ്പെടുത്തിയിട്ടുമില്ല. വെറുതെ ഒരു തെറ്റെന്നങ്ങ് വെറുതെ അത് രാഷ്ട്രീയം നിരീക്ഷിക്കാത്തതുകൊണ്ടാണ്. ഒരു മിനിറ്റ് അജിം സാഹേബ്, ഒരു 30 സെക്കൻഡ് ഒന്ന് പറഞ്ഞു തീർക്കാൻ അനുവദിക്കണം. ഞാൻ പോകട്ടോ. അതൊന്ന് പറഞ്ഞു തീർക്കാൻ അനുവദിക്കണം. അങ്ങൊന്ന് വഴങ്ങുകയും വേണം. അല്ല, അദ്ദേഹം പിണങ്ങി പോവാണ്. ഷാബു അങ്ങൊന്ന് വഴങ്ങുകയും വേണം. നിങ്ങൾ ഇടപെട്ടുകൊണ്ട് ഷാബു ഷാബു പ്രസാദ് പ്രസാദ് അങ്ങ് രാഷ്ട്രീയം നിരീക്ഷിക്കാത്തതിന്റെ പ്രശ്നമാണ്. അല്ലല്ല അല്ലല്ല അങ്ങ് രാഷ്ട്രീയം രാജു നിരീക്ഷിക്കാത്തതിന്റെ പി നായർ എന്താ പറയാൻ പ്രശ്നമാണ്. വരുന്നത്? ഇന്ദിരാഗാന്ധി തന്നെ യവത്മാളിൽ വെച്ച് നടന്ന പ്രസംഗത്തിൽ അവർ പറഞ്ഞു അടിയന്തരാവസ്ഥക്കാലത്ത് നടക്കാൻ പാടില്ലാത്തത് നടന്നു എന്ന്. ഇന്ദിരാഗാന്ധി തന്നെ യവത്മാളിൽ വെച്ച് പ്രസംഗിച്ചിട്ടുണ്ട്. രാഹുൽ ഗാന്ധി ഇത് ചുരുങ്ങിയത് 3 വട്ടമെങ്കിലും അടിയന്തരാവസ്ഥ ഇമ്പോസ് ചെയ്ത് തന്നെ തെറ്റായി പോയി എന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങളത് കാണാത്തതിന് എന്റെ കുറ്റമല്ല. ശരി ശരി ശ്രീ ദീപക് പ്രകാശ്, ഇനിയൊരു പാൻ ഇന്ത്യ ഗൈഡ് ലൈൻ സുപ്രീം കോടതി കാര്യത്തിൽ കൊണ്ടുവരും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഹർജിക്കാരോട് പോലും അതിലേക്ക് നിർദ്ദേശം സമർപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ട് ദീപക് പ്രകാശ്. അതിന്റെ ഒരു സ്വഭാവം എന്തായിരിക്കും? ഒരു പ്രത്യേക ട്രൈബ്യൂണൽ വരാനുള്ള സാധ്യതയുണ്ടോ? അതെ, വളരെ ഈ കേസിലെ പ്രധാനപ്പെട്ട കക്ഷികളെല്ലാം തന്നെ കഴിഞ്ഞ പ്രാവശ്യം തന്നെ അവരുടെ സജഷൻസ് കൊടുത്തിട്ടുണ്ട്. കാരണം 60 ദിവസത്തിലെങ്കിലും മിനിമം നോട്ടീസ് വേണമെന്നും, അതുപോലെ തന്നെ ആരുടെ വീടാണോ ആരുടെ പ്രോപ്പർട്ടിയാണോ എവിക്റ്റ് ചെയ്യുന്നത് അവർക്ക് അഭിഭാഷകരെ കാണാനും അവരെ തെളിവുകൾ പ്രദർശിപ്പിക്കാനും തെളിവുകൾ നൽകാനും, അതുപോലെ ഇത് ഏതെങ്കിലും നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ കോമ്പൗണ്ട് ചെയ്തുകൊണ്ട് അത് കണ്ടിന്യൂ ചെയ്യാനുള്ള ഒരു സാഹചര്യമുണ്ടെങ്കിൽ അതൊരുക്കാനും ഉള്ള നടപടികൾ ഉണ്ടാവണമെന്നാണ് ഈ കേസിലെ ഹർജിക്കാരടക്കമുള്ള ആളുകൾ അവരുടെ നിർദ്ദേശങ്ങളായി ഇന്ത്യയിലുടനീളം തുടരേണ്ട ചില നടപടിക്രമങ്ങളും ഗൈഡ് ലൈൻസുമായി പോകേണ്ടത് എന്നുള്ളതാണ്. അതിൽ സാമൂഹ്യനീതി, സാമാന്യനീതി നടപ്പാക്കുന്നതിൻ്റെ ഭാഗമായി ഒരാൾ ഒരുപാട് വർഷം ജീവിക്കുന്ന ഒരു സ്ഥലത്താണെങ്കിൽ അവിടുന്ന് മാറിപ്പോകുന്നതിന് ആവശ്യമായിട്ടുള്ള 2 മാസമാണ് അവർ ആവശ്യപ്പെട്ടുള്ളത്. ഏറ്റവും കുറഞ്ഞത് ഒരു 45 ദിവസമെങ്കിലും സമയം നൽകാനുള്ള ഒരു ഇതുണ്ടാവണം. അതുപോലെ തന്നെ ഒരു അഭിഭാഷകനെ കണ്ട് അവർക്ക് അവരുടെ കേസ് ബന്ധപ്പെട്ട അധികാരികളെ ബോധ്യപ്പെടുത്താനുള്ള സംവിധാനം ഉണ്ടാകണം. അതല്ല, ഒന്നുകൂടി ഞാൻ റിപ്പീറ്റ് ചെയ്യുകയാണ്, ഏതെങ്കിലും തരത്തിൽ ഈ നിയമലംഘനം സാധൂകരിക്കാൻ അതിനാവശ്യമായിട്ടുള്ള പിഴ അടച്ചതുകൊണ്ട് അത് തീർക്കാനുള്ള സാഹചര്യങ്ങൾ അതുണ്ടാക്കണം. ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും സൂചിപ്പിച്ചിട്ടുള്ളത്. ഇതിൽ ആസാമിനും കൂടി നോട്ടീസ് ഇഷ്യൂ ചെയ്തിട്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇന്ത്യയിലാകമാനമുള്ള മുഴുവൻ ഇതുപോലുള്ള എവിക്ഷൻ നടപടികൾക്കും ബാധകമാകുന്ന രീതിയിൽ ഏറ്റവും നീതിയുക്തമായിട്ടുള്ള ഗൈഡ് ലൈൻസ് ഉണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഈ വരുന്ന അടുത്ത മാസം 1-ാം തീയതി ആണെങ്കിലും അതും കഴിഞ്ഞിട്ടുണ്ടാകുന്ന നടപടി ഹിയറിംഗിൽ ഇത് വരുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ശരി, എന്തായാലും സുപ്രീം കോടതി ഒരു സുസ്ഥിരമായ ഒരു പ്രൊസീജിയറൽ സംവിധാനം ഒരുക്കുമോ എന്നും പ്രതീക്ഷിക്കേണ്ടതുണ്ട്. കാരണം ഗൈഡ് ലൈൻസ് ഒക്കെ അട്ടിമറിക്കാൻ സംസ്ഥാന സർക്കാരുകൾക്ക് എളുപ്പമാണ്. സുപ്രീം കോടതി നിർദ്ദേശങ്ങൾ നിരവധി ലംഘിക്കപ്പെട്ട അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പകരം ഒരു സംഘടന അല്ലെങ്കിൽ ഒരു ട്രൈബ്യൂണൽ പോലെ എന്തെങ്കിലും സംവിധാനം വരുമോ എന്നുകൂടി പ്രതീക്ഷിക്കുന്നുണ്ട്. വളരെ നന്ദി അഡ്വക്കേറ്റ് ദീപക് പ്രകാശ്, ഡോക്ടർ എ സമ്പത്ത്, രാജു പി നായർ, ഷാബു പ്രസാദ് സംസാരിച്ചതിനുണ്ട്.